സോ ഗുഡ് ഈവനിങ് എവരിബഡി. ഇന്ന് നമ്മുടെ ലൈഫുമായിട്ട് ഭയങ്കര കണക്ട് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതേപോലെ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. ബേസിക് ആയിട്ട് ഇപ്പം ക്ലാസ് ആണെന്നുണ്ടെങ്കിലും ക്ലാസ് റൂം ആണെങ്കിലും ലൈഫ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ചില സംഭവങ്ങളാണ് നമ്മുടെ ചിലതിലേക്ക് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ചില മോട്ടിവേഷൻ പാടാൻ ഇപ്പോ ഒരു അവസരം കിട്ടിയിട്ട് ഒരു 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 പാട്ട് പാടി കഴിഞ്ഞവരെ നമുക്കൊരു പ്രയാസം ഉണ്ടാവും അല്ലെ? എവിടെ പോയാലും അടുത്ത പാട്ടിന് അത്ര പ്രയാസം ഉണ്ടാവില്ല, ഒന്ന് അടിപൊളിയാണെങ്കിൽ നല്ല ഫീഡ്ബാക്ക് കിട്ടി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മളൊരു ക്ലാസ് എടുത്തു, അതിന് 4 ആൾക്കാരെ അഭിപ്രായം നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് യൂട്യൂബ് ചാനലിൽ നമ്മളെന്ത് ചെയ്തു, എന്തെങ്കിലും വീഡിയോ ഇട്ടു, അതിന് നമുക്ക് നല്ല കമന്റ്സ് താഴെ വന്നു കഴിഞ്ഞാൽ അത് നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമന്റ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ചാർജിലായിരിക്കും അല്ലേ? അത് വരത്തില്ലോ. അപ്പോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയുള്ള ചില ചില സംഭവങ്ങൾ മുതൽ ചെറുപ്പത്തിലുള്ള കുട്ടി മുതൽ വലിയ ആളുകൾ വരെ അവർക്ക് എന്ത് വേണം, ഒരു ബാക്ക്ഗ്രൗണ്ട് മോട്ടിവേഷൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ആണോ? നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാ ഒന്ന് പറഞ്ഞേ. തൗഫീഖിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാ? മോട്ടിവേറ്റ് ചെയ്യുന്ന കേക്കട്ടെ. സംഭവം പറഞ്ഞാൽ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? എന്തിനാ മോട്ടിവേറ്റ് ചെയ്യാ? ലൈഫ് ലൈഫ് ഇപ്പൊ രാവിലെ എണീക്കുന്ന സമയത്ത് അന്നത്തെ ഡേയിൽ നമുക്കൊരു ആവേശം കിട്ടാൻ എന്ത് സാധനം മനസ്സിലേക്ക് വരാം? എനിക്ക് കൂടുതലായിട്ട് വ്യക്തിബന്ധങ്ങളാണ്. അങ്ങനെ പറഞ്ഞ അല്ല, നമ്മള് ആളുകളിലേക്ക് ഇറങ്ങാനൊരു മോട്ടിവേഷൻ വരാനേ, കുറെ ആൾക്കാരെ പരിചയപ്പെടുക, അവരോട് സംസാരിക്കുക പരിചയപ്പെടുക എന്നുള്ളത്. എന്നുള്ള ഒരു യെസ് യെസ് യെസ്, അതൊരു മോട്ടിവേഷൻ ആണ്. കുറെ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ മോട്ടിവേഷൻ കറക്റ്റ് ആയിട്ട് മോട്ടീവാണ്. ഇതുവരെയൊക്കെ എന്താ ഇൻട്രസ്റ്റ്? പഠിക്കാൻ തന്നെ. പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വല്ലാത്ത ജാതി അല്ലേ? അല്ല, പഠിപ്പിസ്റ്റും പഠിക്കാൻ ഇഷ്ടം തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും ഭയങ്കര വ്യത്യാസം. എന്തെങ്കിലും നമ്മളെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു സംഭവം നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ പുതിയൊരു സംഭവങ്ങളെ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് ഇച്ചിരി പോയാ സാർ? എന്താ പറ്റിയേ? എന്ത് പറ്റി? പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്രെയിനിലൊക്കെ കുറേ ട്രേസ് ഡെവലപ്പ്. ഇപ്പൊ 40 50 നമ്മൾ മുമ്പ് പറയല്ലേ, ഇപ്പൊ 10-50 വയസ്സായി ഒന്നും തലയിൽ കയറൂലെന്ന്. ശരിക്കും അത് തെറ്റാണത്രേ. യഥാർത്ഥത്തിൽ നമുക്കൊരു 10-50 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ഇന്റൻസ് പവർ കുറയും നമുക്ക് തോന്നിയാലും റെഗുലറായിട്ട് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ, റെഗുലർ റുട്ടീൻസ് അല്ല കേട്ടോ, നമ്മുടെ റുട്ടീൻസിൽ നിന്ന് മാറി നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും നമുക്കൊരു ഇന്റേണൽ മോട്ടിവേഷൻ ഉണ്ടാവുകയും ചെയ്യും. ഇന്നിപ്പോ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു, നാളെ വേറെ രീതിയിലേക്ക് പോയി, മറ്റന്നാൾ വേറെ രീതിയിലേക്ക് കണക്ട് ചെയ്തു. ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലേണിംഗ് പാറ്റേൺസ് നമ്മുടെ ബ്രെയിനിൽ പുതിയ ട്രേസ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ മൈൻഡിന് കൂടുതൽ ഇഷ്ടം ഉണ്ടാകും. ഇപ്പൊ നിങ്ങള് ഫോർ എക്സാമ്പിൾ പറയാം, എന്നും ഒരേ ഫുഡ് ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ? ഫുഡ് സംഭവമൊക്കെ അടിപൊളിയാണ്, പക്ഷെ ഇഷ്ടപ്പെടുമോ? എന്നും ഒരു പത്തിരിയും കോഴിമുട്ടക്കറി എന്നാല് അത് മോശമായിട്ടാ? അല്ല. അപ്പൊ ഒരു ദിവസം പത്തിരിയും കോഴിമുട്ടക്കറി, 2-ാം ദിവസം കുത്തപ്പം അല്ലെങ്കിൽ ഓട്ടടയും ഇറച്ചി വരട്ടിയതും, 3-ാമത്തെ ദിവസം പുട്ടും കടലയും, 4-ാമത്തെ ദിവസം പിന്നെ വേറെ എന്തെങ്കിലും ചപ്പാത്തിയും എന്തെങ്കിലുമൊക്കെ, 5-ാമത്തെ ദിവസം ഇഡലി എന്നൊക്കെ. ഈ വെറൈറ്റികൾ നമ്മുടെ ബ്രെയിനിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ കുട്ടികളെ നോക്കി, നിങ്ങൾ എന്നും ഒരേ ഫുഡ് കൊടുത്താൽ കുട്ടിക്ക് ഇഷ്ടപ്പെടില്ല. സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ തന്നെയല്ലേ എല്ലാവരും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലായാലും ഒരു പുതിയതായിട്ടുണ്ടല്ലോ കൊണ്ടുപോയി എല്ലാം. അതെ, എല്ലാം പുതിയത് വേണം. അതാണ് എന്റെ മെയിൻ ബേസ്. പുതിയത് എന്തുണ്ടോ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ലൈഫിൽ പുതിയ സംഭവങ്ങൾ, ഇപ്പം ഫുഡിന്റെ കാര്യം പറഞ്ഞു, ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഹാബിറ്റിന്റെ കാര്യം പറഞ്ഞു. ചില ആൾക്കാർക്ക് മുമ്പ് പറയാൻ റെഗുലർ ഒരു ഹാബിറ്റ് വേണത്, രാവിലെ എണീക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, അങ്ങനെ എല്ലാം കറക്റ്റ് ഓർഡറിൽ. ഇപ്പൊ പറയുന്നത് രാവിലെ ഇപ്പൊ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആയി ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ എന്താണ്, നല്ലതാണെന്നാ.
ഇപ്പൊ ഇന്നലെ ഞാൻ ഒരു ഡോക്ടറെ കണ്ടു. അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഒരു ഡോക്ടർ ഈ ഷുഗർ കട്ടിന്, നമ്മൾ സാധാരണ പറയില്ലേ പഞ്ചസാര തീരെ കൂട്ടണ്ട, പഞ്ചസാര ഐറ്റംസ് ഒക്കെ ഒഴിവാക്കാന്ന്. ഏത് ഫുഡും പഞ്ചസാരയും ഫ്രൂട്ട്സിലുള്ള പഞ്ചസാര ഉള്ള പിന്നെ ഷുഗർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സും എല്ലാം കട്ട് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ചെയ്യരുത് എന്നാണ് അത്ര മൂപ്പരുടെ സാറ് പറഞ്ഞു കൊടുത്തത്. കാരണം ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടണം. അത് കിട്ടിയാലേ നമ്മളെ പാങ്ക്രിയാസ് സെൻസേഷൻ നടത്തിയിട്ട് ഇൻസുലിന്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കണക്ട് ആക്കാൻ പറ്റുള്ളൂ, കുറക്കണോ കൂട്ടണോ എന്നൊക്കെ. നേരെ മറിച്ച് ഈ ഒരു ഫുഡ് സിസ്റ്റം തീരെ ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ആ പാങ്ക്രിയാസിന്റെ സെൻസേഷൻ നഷ്ടപ്പെടുന്നു. അത് സെൻസ് ചെയ്യുന്ന സെൻസേഷൻ പോവും. 2-3 മാസം തീരെ ഒരു തരത്തിലുള്ള തടി മെലിയായിരിക്കും, ബോഡി ചേഞ്ചസ് ഒക്കെ സംഭവിക്കും, പക്ഷെ പാങ്ക്രിയാസ് ആ ഒരു സിസ്റ്റം മാറും. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ഫ്രൂട്ട്സിൽ നിന്നൊക്കെ കുറച്ച് എന്ത് കിട്ടണം, ഷുഗറുകളൊക്കെ കിട്ടണം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഒരു ഇന്റേണൽ ആയിട്ട് നമ്മളെ ട്രിഗർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഇന്റേണൽ ആയിട്ട് ട്രിഗർ ചെയ്യുന്ന കാര്യം നമ്മളെ കുട്ടിക്ക് വായിക്കാതിരിക്കണം എന്ന് വിചാരിക്കും. അപ്പൊ നമുക്കൊരു മോട്ടിവേഷൻ വേണം. അപ്പൊ മുസൈനമ്മയുടെ എത്തിക്കഴിഞ്ഞാല്, മുസൈനമ്മയാണ് ഈ ഒരു മോട്ടിവേഷന്റെ ടോപ്പിക് എടുക്കുന്നത്. മാം എത്തിക്കഴിഞ്ഞാൽ ഹായ് പറയണേ. ഞാൻ നിങ്ങളുടെ ക്ലാസ് എടുക്കുകയാണ്, കേൾക്കുകയാണ്. നിങ്ങൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്തു, നല്ല ഫ്ലോ ഉണ്ട്. നിങ്ങളെ കുട്ടികൾ രണ്ടുപേരും എടുക്കാൻ ആഗ്രഹം ഉണ്ടാകും. കുറച്ചേരം ക്ലാസ് എടുക്കും, ഞാനും കേൾക്കട്ടെ, എന്നിട്ട് അതിന്റെ ബാക്കിയാണ്. അല്ല, ബാക്കി നിങ്ങൾ എപ്പോഴാ എടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ എടുത്താൽ മതിയല്ലോ. നിങ്ങളോട് 7:45 എത്താന്ന് പറഞ്ഞത്. എത്തിണോ? ഒരു 9 മണി വരെ ഇന്ന് ക്ലാസ് നിങ്ങൾ എടുത്തല്ലേ? വീട്ടിലെത്തിണോ? ഞാനിപ്പോ ജസ്റ്റ്. ഓക്കെ, അപ്പൊ ഒരു 5 മിനിറ്റ് കൂടി എടുക്കാം, ബാക്കി എടുത്താം. ഓക്കെ. അപ്പൊ നമ്മുടെ ബ്രെയിനിലുള്ള പ്രോസസ്സിംഗ് എന്ന് പറയുന്ന സംഭവങ്ങൾ, എന്ത് സംഭവങ്ങൾ നമ്മളിലേക്ക് പോവാണെന്നുണ്ടെങ്കിലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫുഡ് ഡയറ്റ് ആണെങ്കിലും നമ്മുടെ തോട്ട് ആണെങ്കിലും എല്ലാത്തിലും ഈ ഒരു നമ്മുടെ ഒരു മോട്ടീവ് ഭയങ്കര കണക്റ്റഡ് ആണ്. ഓക്കെ, ജിമ്മിലൊക്കെ പോയാൽ ചില ആൾക്കാർ പട്ടിണി കിടന്ന് ഇങ്ങനെ വർക്കൗട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടാവും. ചില ആൾക്കാർ ഇതൊക്കെ മടിയേക്കും. അത് നമ്മളെ ഒരു മോട്ടീവാണ്. അതേപോലെ ഇനി നമുക്കിതൊന്നുമല്ല നമുക്ക് വരുന്ന കേസുകൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ലേണിംഗ് ഇഷ്യൂസ് ഉള്ള കുട്ടി, ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള കുട്ടി, അങ്ങനെ ചെറിയ ചെറിയ പ്രോബ്ലമാറ്റിക് ഇഷ്യൂസ് ഉള്ള കുട്ടികളെ കേസിലേക്ക് ആർക്ക് ഡീൽ ചെയ്യാണ്ടാവുക? നമുക്ക് ഡീൽ ചെയ്യാണ്ടാവുക. അപ്പൊ നമ്മൾ ആലോചിക്കുകയാണ്, അതിലിപ്പോ എങ്ങനെ മോട്ടിവേഷൻ വരിക? അതിലെങ്ങനെ മോട്ടിവേഷൻ വരിക? ഞങ്ങൾ പറഞ്ഞേ. പഠിക്കാൻ പ്രശ്നം. ഞാനൊരു കേസ് പറയാം. ഇന്നലെ എൻ്റെ അടുത്ത് വന്ന കുട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഭയങ്കര പ്രശ്നം, OP കയറുന്നില്ല, ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കാരണം എന്താന്ന് ചോദിച്ച സമയത്ത് കുട്ടി പറഞ്ഞൊരു മറുപടി ഇത്രയാണ്: എനിക്ക് തൊപ്പിന്റെ അടുത്തേക്ക് പോണം. എവിടെ പോണം? തൊപ്പിന്റെ അടുത്തേക്ക് പോണം. അപ്പോ ഈ തൊപ്പിന്റെ അടുത്തേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓട്ടോമാറ്റിക്കലി ഉള്ള ഒരു വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവന്റെ എന്തിനാ തൊപ്പിന്റെ അടുത്തേക്ക് പോണേ? തൊപ്പിന്റെ വാപ്പാക്ക് കുറെ കടങ്ങളുണ്ട്, കടങ്ങളൊക്കെ തീർക്കണം. എന്നിട്ടോ എത്ര ലക്ഷം രൂപ കടമുണ്ട്? 15 ലക്ഷം രൂപ. ഈ എത്ര ക്ലാസ്സിലാ? ഞാൻ 9ല്. ഈ എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ? അവിടെ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, 2.5 മണിക്കൂർ ലൈവ് സ്ട്രീമിംഗ് ഉണ്ട്, കോടികൾ കിട്ടും. അതിൽ എനിക്ക് നല്ല പൈസ കിട്ടും. അപ്പൊ ഓട്ടോമാറ്റിക്കലി അയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഏതിലാണ്? ആ ഒരു സംഭവത്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പറഞ്ഞത് ക്ലിയർ ആണെന്നുണ്ടോ? അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇയാൾ ഡിപ്പെൻഡ് ചെയ്യുന്നതും ഇയാൾ ഫോക്കസ് ചെയ്തതും ഇയാൾ നേടിയെടുക്കുന്നതും ഇയാൾ കവർ ചെയ്യുന്നതും ഇയാൾ കൺവേർട്ട് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ഈ കുട്ടി പെർസീവ് ചെയ്യണൊക്കെ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ, തൊപ്പിക്ക് തന്നെ അറിയോനെ? ഇല്ല, തൊപ്പിക്ക് അറിയില്ല. അപ്പൊ പിന്നെ എങ്ങനെ മുതലാവുക? അപ്പൊ സ്ട്രീമിങ്ങിന് ഓരോ കൂടെ ഇരിക്കണമെങ്കിൽ പൈസ കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ചാനൽ ആൾക്കാർ ഫീൽ ചെയ്യും. അപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ, ലൈവ് സ്ട്രീമിങ്ങിൽ ഇവരെ കൂടെ കൂട്ടണമെങ്കിൽ, അവിടെ വന്ന് ഇരിക്കണമെങ്കിൽ പൈസ. ഈ ആളുകൾ മുഴുവനും പൈസ. ഇപ്പോ ബേസിക്കലി നമ്മളെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് ഓഫ് മോട്ടിവേഷൻ എന്ന ഏരിയ ഉണ്ട്. എന്താണ് നമ്മളെ മോട്ടീവ്? ഓക്കെ, ജീവിതത്തിൽ നമുക്ക് ഒരുപാട് മോട്ടീവേഷൻ ഉണ്ടായിരിക്കും. പ്ലാറ്റോ എന്ന് പറയുന്ന ആള് പറഞ്ഞത്,
മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാറ്റോ, അക്കോർഡിംഗ് ടു പ്ലാറ്റോ, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ്. എന്താ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല്? ഒരു ക്യൂരിയോസിറ്റിയാന്നാ പറഞ്ഞത്. എനിക്കാ എന്നോട് എനിക്കൊരു കാര്യം പറയണ്ടേ? എന്തൊക്കെയോ ഒരു ക്യൂരിയോസിറ്റി വർക്ക് ചെയ്ത് കറക്റ്റ്. എനിക്ക് കുറെ ക്ലാസ്സിൽ കണ്ടു അവിടെ ഇരിക്കും രണ്ട് ഫീലല്ലേ ഉണ്ടായത് അല്ലേ? ഒരു രഹസ്യം പറയാൻ കേട്ടോ. എന്താ രഹസ്യം? ഒരു കാര്യം പറയണ്ടേ? അതിന് വേറെ മറ്റേ ഈ സ്കൂളിൽ പോയില്ലേ, അത് കൊളായി. അതിനെപ്പറ്റി എന്നോട് സംസാരിക്കാൻ കേട്ടോ. 3-നും 3 ഫീലിംഗ് ആണ്. സ്കൂളിൽ ഈ ഫസ്റ്റ് അടിച്ചില്ലേ, ഓക്കെ ഗുഡ്. സ്കൂളിൽ അടിപൊളി സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞ് ഏതാ ഞാൻ സംസാരിക്കുക, എനിക്ക് സംഭവം ഇഷ്ടമായി. നമ്മൾ ഓരോ വാചകങ്ങളിൽ ഓരോ തരം ക്യൂരിയോസിറ്റിയെ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു അക്ഷരം നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ മോനെ കൊണ്ട് ഞാൻ അക്ഷരം തരാം, എനിക്ക് പഠിക്കാൻ കഴിയോ, പെർഫോമൻസ് അടിപൊളി ആക്കുവോ, ഒരു ക്യൂരിയോസിറ്റി. അപ്പൊ ശരിക്കും മോട്ടിവേഷൻ എന്ന് പറയുമ്പം മോട്ടിവേഷൻ ഈസ് എൻ ഇന്റേണൽ ഫാക്ടർ ദാറ്റ് ട്രിഗർ ടു ഡു ഓർ സസ്റ്റെയിൻ ആൻ ആക്ടിവിറ്റി എന്ന് പറയാം. നമ്മുടെ ഉള്ളിലൊരു സംഭവം, അത് നമ്മളൊരു കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ നമ്മളെ റിപ്പീറ്റ് ആയിട്ട് ചെയ്യിപ്പിക്കാനോ ചെയ്യുന്ന ഒരു സംഭവത്തിന് നമ്മൾ എന്ത് പറയാ? മോട്ടിവേഷൻ ഈസ് എൻ ഇന്റേണൽ ഫാക്ടർ ദാറ്റ് ട്രിഗർ അസ് ടു ഡു ഓർ സസ്റ്റെയിൻ ആൻ ആക്ടിവിറ്റി. നമ്മുടെ ആക്ടിവിറ്റി ചെയ്യാനോ അല്ലെങ്കിൽ തുടരാനോ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോ പ്ലാറ്റോ പറഞ്ഞത് ക്യൂരിയോസിറ്റി ആണ്. എന്നാൽ സിഗ്മണ്ട് ഫ്രോയിഡ് ഈ ഒരു മോട്ടിവേഷൻ ഈസ് ബേസിക്കലി ഫിസിയോളജിക്കൽ ആൻഡ് ഇറ്റ് ഈസ് ടോട്ടലി ഡിപ്പെൻഡിങ് ഓൺ സെക്സ് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞു. നമ്മുടെ സെക്ഷൽ താല്പര്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് മോട്ടിവേഷൻ എന്ന് പറയുന്ന സംഭവം. പിന്നെ അദ്ദേഹം പറഞ്ഞു സെക്സ് ആൻഡ് അഗ്രഷൻ, നമ്മുടെ ദേഷ്യവും നമുക്കൊരു മോട്ടിവേഷൻ ആണ്, സെക്സ് നമ്മുടെ മോട്ടിവേഷൻ ആണ്. അപ്പൊ ചില കുട്ടികളുടെ വാശിയായിരിക്കാം അവരെ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ ബിഹേവിയർ തെറാപ്പി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എന്താ? ആ കുട്ടിയോട് നമ്മൾ ചോദിക്കുന്നത് ഓക്കെ ഇത് എനിക്ക് ചെയ്യാൻ കഴിയോ? അപ്പൊ കുട്ടിയുടെ ഉള്ളിൽ വാശി ജനറേറ്റ് ചെയ്യും, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യിപ്പിക്കണം. അതൊക്കെ ഭയങ്കര അടിപൊളിയാ മോനെ, അത് വേറെ ലെവലാ, എനിക്ക് പറ്റുമോ എന്ന് പറയുമ്പോൾ ഒന്ന് ക്യൂരിയോസിറ്റി ആണ്, ഒന്നെന്താണ്? വാശി ജനറേറ്റ്. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാം? കുട്ടീനുള്ളിൽ ഇന്റേണൽ ആയിട്ടൊരു മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. ക്ലിയർ? അപ്പൊ മോട്ടിവേഷൻ ഈസ് പാർട്ട് ഓഫ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ക്യൂരിയോസിറ്റി, അല്ലെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പാറ്റേൺ പറയുകയാണെങ്കിൽ മോട്ടിവേഷൻ ഈസ് ഡിപ്പെൻഡിങ് ഓൺ സെക്സ് ആൻഡ് അഗ്രഷൻ. ആൻഡ് നമുക്ക് ഇനി മോട്ടിവേഷന്റെ ഫർദർ എക്സ്പ്ലനേഷൻസ് ആൻഡ് ഡീറ്റെയിൽസ് will be explained by our renowned psychologist and the educationist and the special educator, the therapist, the one and only Muzaina Abdul Wahid. She's here and I am handovering my sessions into beloved mentor. Thank you all. മൈക്ക് ഓൺ ആക്കിക്കോളൂ. ഞാനേ നിങ്ങളെ ക്ലാസ് കേൾക്കാതിരുന്നതാ പറയാ. സംഭവത്തിൽ ഇങ്ങനെ നല്ലത് ഒരു അരമണിക്കൂർ ഞാൻ എടുക്കുക, പിന്നെ അരമണിക്കൂർ ഇങ്ങനെ എടുക്കുക. അതാണ് കുട്ടികളെ കുറച്ചേരം കൂടെ സാർ എടുത്തോട്ടെ അല്ലെ? അല്ല ഇങ്ങനെ എടുക്കേ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. അത് അവരെ മാനസികമായ സമ്മർദ്ദത്തിലാക്കും. നിങ്ങളോട് എങ്ങനെ നോ പറയാന്ന് വിചാരിച്ചിട്ട് ഓര് നിങ്ങളോട് ഞാൻ അങ്ങനെ പറയുമ്പോ സ്വാഭാവികമായിട്ട് യെസ് നോല് പറഞ്ഞിരിക്കും എനിക്കെന്താ വിചാരിക്കാന്നിരിക്കും. ഈ നോ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സാർ എടുക്കണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യും. സാർ എടുത്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാം വന്നില്ലേ, ഇനിയിപ്പം മാമിനെ പരിഗണിക്കണല്ലോ എന്നൊരു ഫീലിംഗ് ആവും. കംപ്ലീറ്റ്ലി ടെൻഷൻ ആക്കും. നിങ്ങളെ കുട്ടിയെ ടെൻഷൻ ആക്കണ്ട. പിന്നെ ഞാൻ സ്വിച്ച് ചെയ്യട്ടെ? ഇന്നല്ലാതെ ഫോണില് ചാർജ് ഇല്ല, ഞാൻ നിങ്ങളെ സ്വിച്ച് ചെയ്ത് കയറാം കേട്ടോ. ഓക്കെ ശരി, ബൈ. ഓക്കെ. Recording in progress. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മോട്ടിവേഷൻ അല്ലേ? സ്ക്രീന് ഷെയർ ആയിട്ടുണ്ടല്ലോ.
യെസ് മാം. യെസ്. നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരുടെ അടുത്തും ബുക്കും പേപ്പറും പേനയൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, മോട്ടിവേഷൻ എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഏതൊരു കാര്യത്തിനും ബാക്കിലുള്ള ഒരു ഡ്രൈവൺ ഫോഴ്സ്. അപ്പൊ നിങ്ങൾ ഈ ക്ലാസ് ഇരിക്കുന്നത് മേ ബി അറ്റൻഡൻസ് കട്ടാവുന്ന കരുതിയിട്ടാവാം ചിലരുടെ മോട്ടിവേഷൻ ലേൺ ചെയ്യാം, പുതിയ കാര്യങ്ങൾ പഠിക്കാം. ചിലരുടെ LD നമുക്ക് അത്യാവശ്യമാണ്. അങ്ങനെ അങ്ങനെ പല ഈ ഒരു സമയത്ത് ഫുൾ ടൈം അല്ല ഞാൻ പറയുന്നത്, ഓരോ സമയത്തും നമ്മുടെ മോട്ടിവേഷൻ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പല മോട്ടിവേഷനുമായിട്ടാണ് ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ടാവുക. അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബുക്കില് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോ നമ്മൾ ഈ ന്യൂ ഇയർ ഒക്കെ പറയുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷനിലേക്കൊന്നും പോണ്ട. ഇപ്പൊ നിങ്ങൾക്ക് മുന്നോട്ട് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ മൈൻഡിലുള്ള ഒരൊറ്റ ഗോൾ ഒന്ന് റൈറ്റ് ചെയ്യാം. എന്തെങ്കിലും ചെയ്യാനുള്ള ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം. അതായത് നാളെ ചെയ്യാൻ വിചാരിക്കുന്നതാവാം, അല്ലെങ്കിൽ ഈ മന്തില് ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ അല്ലേ വരുന്നത്, ഈ മാസം കൊണ്ട് ഞാൻ ഇത് ചെയ്യും. ഒരു ടാസ്ക് ഉണ്ടാവുമല്ലോ, ആ ഒരു ടാസ്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പറിൽ എഴുതാം. എന്തും ആവാട്ടോ, ഫാമിലി മാറ്റർ ആവാം, ഫൈനാൻഷ്യൽ മാറ്റർ ആവാം, കരിയർ മാറ്റർ ആവാം, സ്റ്റഡി ആവാം, പാരന്റിങ് ആവാം. എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഗോൾ എഴുതാം. എല്ലാവരും എഴുതിയാ? ചോദിക്കേ ഓരോരുത്തരോട്. ഞാൻ നമ്മുടെ ബീവിനെ മാത്രമേ കാണുന്നുള്ളൂ, ബാക്കി ആരും ക്യാമറ ഓൺ ചെയ്തിട്ടില്ലല്ലോ. ജോലി ഓൺ ചെയ്തിരുന്നല്ലോ, എന്തേ ഓഫ് ചെയ്തു പോയി? മനാലി, ഓക്കെ. സോയിരിയ, തൗഫീഖൊക്കെ ബിസിയാണ്. ഫൈറൂസ, ഓക്കെ. ഗോൾ എഴുതിയോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ദേ വാണ്ട് ഇറ്റ്. എന്തിനാ അല്ലെ? എന്തുകൊണ്ടാ നിങ്ങൾക്ക് അത് വേണം തോന്നണേ? എന്താണ് ആ ഗോൾ ചെയ്യാനുള്ള തോന്നൽ, കാരണം? വൈ, എന്തുകൊണ്ട്? ഹായ് മാം. ഹായ്. മാം, എന്റെ നെറ്റ് കണക്ഷൻ ശരിയാവുണ്ടായിരുന്നില്ല, ഞാൻ അതന്നെ കട്ട് ചെയ്ത് കയറിയതാ. ചോദിച്ചത് ഓക്കെ. ഞാനേ ജസ്റ്റ് പറഞ്ഞതേ, നിങ്ങളുടെ മുന്നിലുള്ള ബുക്കിൽ ജസ്റ്റ് ഒരു വൺ ഗോൾ എഴുതാനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇന്നോ നാളെയോ മറ്റന്നാളെയോ അല്ലെങ്കിൽ ഈ 1 മന്തിലോ ചെയ്യാനുള്ള ഒരു ഗോൾ എഴുതാം. ആ ഗോൾ എഴുതി കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യന് വൈ ദേ വോണ്ട് ഇറ്റ് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത് വേണം തോന്നുന്നത് എന്നുള്ളത്. ഓക്കെ, വൈ, ഒരു റീസൺ അതിന്റെ പുറകിലുണ്ടാവേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എഴുതിയല്ലോ. നെക്സ്റ്റ് മേ ബി സിമിലാരിറ്റി ഉണ്ടാവും, എന്നാലും ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാക്കുക നിങ്ങളത്. ആ ഒരു കാര്യം ചെയ്യാന് വാട്ട് മോട്ടിവേറ്റ്സ് ദം, അല്ലെങ്കിൽ ആ ഒരു സാധനം ചെയ്തെടുക്കാനുള്ള ഒരു മോട്ടിവേഷൻ എന്താ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു ഗോള് ചിലപ്പോ എൻ്റെ ഒരു ഗോള് എന്നുള്ളത് ഒരു 4 kg കുറയ്ക്കുക എന്നുള്ളതായിരിക്കാം എൻ്റെ ഫിറ്റ്നസ് ഗോള്. ആ ഫിറ്റ്നസ് ഗോള് എനിക്ക് അത് എൻ്റെ ഹെൽത്തിന്, ഇപ്പത്തെ വെയിറ്റ് എൻ്റെ ഹെൽത്തിന് ഓക്കെ അല്ല. അതാണ് എൻ്റെ മോട്ടിവേഷൻ. കാരണം എനിക്ക് ആ വെയിറ്റ് കുറച്ചേ തീരുള്ളൂ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അപ്പൊ അതാണ് എന്റെ മോട്ടിവേഷൻ. അതുപോലെ നിങ്ങളിപ്പോ ഈ ഗോള് സെറ്റ് ചെയ്തതിന് ഒരു കാരണം ഉണ്ടാവും. ഇനി എന്താണ് നിങ്ങൾ അതിനോട് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? മേ ബി ചിലപ്പോൾ പല ഗോളിനനുസരിച്ച് നമുക്ക് പറയാം. ഓരോരുത്തർക്കും ഡിസ്കസ് ചെയ്യും കേട്ടോ. പറയാൻ പറ്റുന്ന മോട്ടിവേഷൻ എഴുതണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യന്, വാട്ട് ഡീമോട്ടിവേറ്റ്. അതിന് ഡീമോട്ടിവേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ? ഡീമോട്ടിവേറ്റ് പറഞ്ഞാൽ നമ്മൾ ചെയ്യണം, സെറ്റാക്കി റെഡിയാക്കി വെച്ചു, നമ്മളങ്ങനെ പിന്നിക്ക് വലിക്കൂല്ലോ ഒരു സാധനം. ആ സാധനം എന്താണ്? നമുക്ക് എപ്പോഴും ക്യാമറ ഓൺ ചെയ്തോലെ നമ്മൾ പരിഗണിക്കുമല്ലോ അല്ലെ? ഇവിടെ ക്യാമറ ഓഫ് ചെയ്തോരെ പരിഗണിച്ചു തുടങ്ങാം അല്ലെ? സുൽഫത്തെ, സുൽഫത്തെ, എന്താ കുട്ടീന്റെ ഗോള്? ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഫാമിലി. വാവ്, ക്രിയേറ്റ് എ ബ്യൂട്ടിഫുൾ ഫാമിലി. അപ്പൊ മോർ ബ്യൂട്ടിഫുൾ അല്ലെ? ഓൾറെഡി ബ്യൂട്ടിഫുൾ ആണ്, ഇതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആക്കാനല്ലേ? ഓക്കെ. അതിന് മനസ്സിൽ തോന്നാൻ കാരണം എന്താ? എപ്പോഴെങ്കിലും ബ്യൂട്ടിഫുൾ കുറഞ്ഞു പോയി തോന്നുന്നുണ്ടോ അതിന്റെ ഒരു ബ്യൂട്ടി?
ആ അതെ. സെക്കൻഡ് ഏരിയയിൽ ഈ എന്താ എഴുതിയ? സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ ഈ ആൻസർ ചെയ്ത്? ആ, അതിന് ലൈവ് വിത്ത് പീസ് ഫോർ എവർ. ആ, എപ്പോഴും പീസ്ഫുൾ ആയിട്ട്. ആഹാ. അതിനൊക്കെ നമുക്ക് മോക്ഷം കിട്ടേണ്ടി വരും. സ്പിരിച്വൽ അവൈക്കനിങ് എന്ന് പറയില്ല, ബുദ്ധനോ നബിയൊക്കെ ആവേണ്ടി വരും നമ്മള്. മോക്ഷം കിട്ടി നല്ല പീസ്ഫുൾ ആവണമെങ്കിൽ എന്തായാലും നടക്കും കേട്ടോ. ചെറുതായിട്ടൊക്കെ ഇടക്ക് തട്ടിമുട്ടും അല്ലാതെ ഒക്കെ. എന്താ മോട്ടിവേഷൻ അത് തന്നെ ആയിരിക്കും അല്ലെ? മോട്ടിവേഷൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതോ വേറെ വല്ല ഫാമിലീസിനെ കണ്ടോ അതുപോലെ റോൾ മോഡലായിട്ട് നിൽക്കാൻ പറ്റുന്ന? ഇല്ല ഇല്ല. ഇല്ല. ഉണ്ട് എന്താ? ഉണ്ട്, ഉണ്ട്. ഒരു റോൾ മോഡൽ ഉണ്ടല്ലേ? ഉണ്ട്. ഉണ്ടല്ലേ? ഫാദർ ആൻഡ് മദർ ആണോ? ആ, ഓക്കെ. എന്താണ് അതിന്റെ ഡിമോട്ടിവേഷൻ വരുന്നത്? അത് പറയാൻ പറ്റൂല മാം, പറയാൻ പറ്റൂല. പറയാൻ പറ്റൂല. ഈ പേഴ്സണലി ഒന്ന് പറഞ്ഞാൽ മതി. ഓക്കെ. ഓക്കെ. ഫർസാന, Yes, ma'am. എന്താണ് സെൽഫ് നമ്മുടെ ഗോള്? സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ് ഗോള്. സെൽഫ് ഓക്കെ ഓക്കെ. ഏത് വേയിൽ നിന്നുണ്ടോ? ഏത് ഏരിയക്കുള്ള സെൽഫ് ഇംപ്രൂവ്മെന്റ് ആണ്? എല്ലാം കൊണ്ടുപോവാ? അതായത് നമ്മുടെ ക്യാരക്ടർ വൈസ് ആയാലും ബിഹേവിയർ ആയാലും നമ്മുടെ അപ്പിയറൻസ് ആയാലും മൂന്നും. സ്വഭാവം നന്നാക്കാം ഫസ്റ്റ്. ഏ ബോഡി സ്വഭാവം ഒന്ന് നന്നാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. ഫിറ്റ്നസ് നന്നാക്കിയാൽ കൊള്ളാമെന്നുണ്ട് അല്ലേ? അതൊക്കെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരണം. അപ്പം ഓക്കെ. ചില ഭാഗങ്ങളിൽ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗോൾ ഉണ്ടായി. അപ്പൊ റീസൺ അതായിരിക്കാം അല്ലെ? ചില ഏരിയകൾ തന്നെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. സോ അത് മാറ്റാൻ വേണ്ടിയിട്ട്. മോട്ടിവേഷനും അത് തന്നെയാണ്. ഈ എഫക്ട് ചെയ്ത കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വേണം എന്നുള്ളൊരു മോട്ടിവേഷൻ തോന്നും. ഓക്കെ. എന്താ ഇതിങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത ഡിമോട്ടിവേഷൻ എന്താ? അത് ലേസിനെസ്, മടി, പിന്നത്തേക്ക് വെക്കാന്നുള്ള ഈ തോട്ട്. സ്വഭാവം തന്നെയല്ലേ? മാറണം എന്ന് ആഗ്രഹിക്കുന്ന സ്വഭാവം തന്നെയാണ് നമ്മൾ ഇടങ്ങേറാക്കണത് അല്ലേ? പറ്റണില്ല. ഓക്കെ. ഒന്ന് ചിന്തിക്കണം കേട്ടോ. അത് നമ്മളെ കുട്ടികളെ അങ്ങനെയാക്കി രാവിലെ എണീക്ക് എന്ത് വായിക്കെന്ന് പറയുമ്പോ നമ്മളൊരു അതെ. സാധനം ഗോൾ സെറ്റ് ചെയ്യുമ്പോ അതിന്റെ മോട്ടിവേഷൻ എത്രത്തോളം ഡിമോട്ടിവേറ്റ് ആവണോ നമ്മളൊന്ന് ചിന്തിക്കാം. നൗഷിദ ആണോ നൗഷിറയാണോ? നൗഷിദ അല്ലെ? യെസ് മാം. പറ, ഈ എന്താ ഗോൾ എഴുതിയേ? ഇത് റെക്കോർഡാണ് ക്ലാസ്. ഇത് നിങ്ങളെ കേൾക്കുള്ളൂ, ഫാമിലിക്ക് കൊടുക്കൂല. അല്ല, എനിക്ക് ഇവരൊക്കെ പറഞ്ഞപ്പോ ഇങ്ങനത്തെ കാര്യമൊന്നല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. എന്നാ പറഞ്ഞോ, എന്തു പറയാം. എനിക്ക് നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവണം. ഒരു അടിപൊളി, എല്ലാരും അംഗീകരിക്കുന്ന എന്നല്ല, മുന്നിൽ വന്ന ആളുകളെ ഹീൽ ചെയ്യാൻ കഴിയുന്ന നല്ല കാപ്പബിൾ ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആവണം. ഓൾറെഡി ഇയാൾ കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട്, കുറച്ചുകൂടെ ബെറ്റർ ആവണം അല്ലെ? ഞാൻ സൈക്കോ തെറാപ്പി ചെയ്തിട്ടുണ്ട്, ഇപ്പൊ കോഴ്സ് കഴിയാറായിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആവണം. എനിക്ക് എന്റെ ഈ ഭാഗത്ത് എല്ലാവരെയും അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആവണം എന്നുള്ളതാണ് ഒരു ഡ്രീം. ഓക്കെ, അടിപൊളി, നല്ലൊരു. എന്റെ റീസൺ ഫെയിം ആണോ, അതോ ആളുകളെ ഹീൽ ചെയ്യണം എന്നാണോ, അതോ മണിയാണോ? മണി ഒരു ഹലോ, ഫാക്ടർ ആണ് കേട്ടോ. ഞാൻ മ്യൂട്ട് അല്ലല്ലോ, കേൾക്കുന്നില്ലേ? നൗഷിത, ഞാൻ ചോദിച്ചത് അതിന്റെ റീസൺ വൈ. ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇതുവരെ ബ്രേക്ക് ആ ആയിരുന്നു. ഓക്കെ, ഞാൻ വൈ എന്നുള്ള റീസൺ ആ ചോദിച്ചത്. ആ, അതായത് നല്ലൊരു സൈക്കോളജിസ്റ്റ് ആവണം. ഫെയിം ആണോ എന്തുകൊണ്ടത് അതിന്റെ ഫെയിം ആണോ അതിന്റെ പുറകിൽ ആഗ്രഹിക്കുന്നത്, അതോ ഹീലിംഗ് ആണോ? ഒരു റീസൺ ഉണ്ടാവുമല്ലോ. എനിക്ക് ഹീൽ ചെയ്യാനുള്ളതാണ് വേണ്ടത്. ഹീൽ ചെയ്യാൻ. ഓക്കെ. ആളുകളിലേക്ക് ഒരുപാട് ഹീലിംഗുകൾ എത്തിക്കാൻ. മോട്ടിവേഷൻ എന്താ അതിന്റെ മോട്ടീവ് ആക്കുന്നത്? എടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ളത്. മോട്ടീവ് ഓക്കെ. എന്റെ ലൈഫ് തന്നെ. എന്റെ ലൈഫ് തന്നെയാണ്, ഓരോരുത്തരുടെ ലൈഫ് തന്നെയാണ്. ഉം. മൈ ലൈഫ് ഇറ്റ്സെൽഫ്. ഓക്കെ. എന്താ എന്റെ കുട്ടീനെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത്? എനിക്ക് എന്റെ ഹസ്ബൻഡ്, എനിക്ക് ഡിവോഴ്സ് കിട്ടണില്ല. അതാണ് നമ്മളെ ഡിമോട്ടിവേഷൻ അല്ലേ? ഓക്കെ. നല്ലതാണെങ്കിൽ ഒക്കെ ഒക്കെ നല്ല അതിൻ്റെതായ രീതിയിൽ നടക്കും അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇൻഷാ അല്ലാ. ഫാത്തിമ. യെസ് മാം.
നമ്മുടെ ബീവിന്റെ ഒരു ഗോൾ എന്താണ്? എന്റെ ഗോൾ ഇപ്പൊ ഇവിടെ നൗഷിത പറഞ്ഞേന്. അതേ പാറ്റേൺ തന്നെയാണോ നമ്മൾ പോണ്ട്? ലാസ്റ്റ് ഒക്കെ അതേ അല്ല പാറ്റേൺ അല്ലല്ലോ? അല്ല മാറ്റി. ഫസ്റ്റിന്റെ ഗോൾ വന്നത് ഇപ്പൊ 1 മന്തിലൊക്കെ ഈ ഒരു മന്തിലൊക്കെ ഇങ്ങനെ പോണത്. ഞാനിപ്പോ ജിമ്മിലൊന്നും പോവല്ലേ. ഇപ്പൊ ജിമ്മിലൊക്കെ ആ പോയിട്ട് ബോഡി സെറ്റ് ആക്കാൻ മാത്രമുള്ള പ്രശ്നമൊന്നും എനിക്കില്ല. ആ പക്ഷെങ്കില് ഒന്നും കൂടി എന്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണെന്ന് തോന്നിയിട്ട് ഇപ്പൊ ഞാൻ പോവാൻ തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റ് കുറയ്ക്കണം അങ്ങനത്തെ ഇപ്പൊ ഉള്ള ഒരു 1 മന്ത് ആ ഇതിൽ കിടക്കുന്നതാ. മറ്റേ ഉം, പോട്ടെ കൗൺസിലർ ആവണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതും ഉം. അതൊരു ലോങ് ടേം ഗോൾ ആണ് അല്ലെ? ലോങ് ഈ ടൈം 1 month. പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. ഓക്കെ. ഇനി ഇതിന്റെ മോട്ടിവേഷൻ ഹെൽത്ത് ഇതാക്കണം എന്ന് തന്നെ ആയിരിക്കും. ഹെൽത്ത് ഇങ്ങനെ ഓടിച്ചാടി നടക്കണമെങ്കിൽ ഹെൽത്ത് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നി. ഞാൻ ഫുഡൊന്നും അങ്ങനെ കഴിക്കാത്ത ആളേനു. ഇപ്പൊ പോലെ തുടങ്ങിയപ്പോ നല്ല കറക്റ്റ് ഫുഡൊക്കെ കറക്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നി നല്ലൊരു കാര്യമാണ്. അപ്പൊ ഓക്കെ. അതിങ്ങനെ എന്താ പറയാ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യാം, ഫുഡ് കഴിക്കുകയും ചെയ്യാം, കൂടുകയും ചെയ്യില്ല. എന്ത് ഡീമോട്ടിവേറ്റ് ചെയ്യണേ? ഡീമോട്ടിവേറ്റ് ചെയ്യണ പറഞ്ഞാല് ഇതിന് പോവാൻ കുറച്ച് പണിയാണ്. കുറെ ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടെ എനിക്ക് ഇതിലേക്ക് എത്തിപ്പെടാൻ കുറച്ച് പണിയുണ്ട്. മോർണിംഗ് 6 മണിക്കൊക്കെ പോവല്. വർക്ക് ലൈഫ് ബാലൻസ് ഒരു ഇഷ്യൂ ഉണ്ട് അല്ലേ? സമയമല്ല, ഇതിന് പോവാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ എന്നാലും ഞാൻ 4:30 എണീച്ചിട്ട് അത് പോയി തുടങ്ങിയ കൊണ്ട് നിർത്തിയിട്ടൊന്നുമില്ല ഇതുവരെ. വേറെ ഓക്കെ. പ്രശ്നമൊന്നുമില്ല. നമ്മുടെ എംബിച്ചി എനിക്ക് ഞാൻ കേട്ടിട്ട് ഒന്നും കൂടി എഴുതണം ഉള്ളൊരിതുണ്ട്. അപ്പൊ കേട്ടിട്ട് ക്രാക്ക് ചെയ്തിട്ടില്ല? ചെയ്തിരുന്നു. അപ്പൊ അത് കിട്ടിയില്ല. ഒന്നും കൂടി ആ എഴുതാം. ഓക്കെ ഓക്കെ ഓക്കെ. ആ മോട്ടിവേഷൻ നമ്മുടെ കരിയർ ഇതാക്കുക എന്നുള്ളതാവും അല്ലെ? ആ, ഓക്കെ. റീസൺ എന്തെങ്കിലും വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടോ? ആരെങ്കിലും ബാക്കിൽ നിന്ന് തള്ളുണ്ടോ? എനിക്ക് ഇപ്പോഴും കേട്ട കിട്ടിയിട്ടില്ല, എന്റെ ഒപ്പമുള്ളവർക്ക് കിട്ടിയിരിക്കണേ അങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ ഫസ്റ്റ് എഴുതിയിട്ടുള്ളൂ. എല്ലാരും മോട്ടിവേഷനെ കൊണ്ട് എഴുതിയതാണ് സംഭവം. ആ ഓക്കെ ഓക്കെ. എന്തെങ്കിലും ഡിമോട്ടിവേറ്റ് ആക്കുന്നുണ്ടോ ഈ ആ, ഒരു ഇതിലേക്ക്? ശരിയാവില്ലേ, കിട്ടിയില്ലേ, അതായത് ഞാൻ സ്ലോ ആണോ, അങ്ങനെയൊക്കെ ഒരു മൈൻഡിന്റെ കൺഫ്യൂഷൻ അല്ലേ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നത്? yes. ഓക്കെ ഓക്കെ. തൗഫീഖ് എന്താണ് ചർച്ച? എന്താണ് ചർച്ച എന്താണ്? ഇപ്പൊ കേറുന്നുള്ളൂ. ക്വസ്റ്റ്യൻ ഇവിടെ കുറെ ഉണ്ട്, ജിമ്മ് 4 പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻ. കുറെ ജിമ്മ് പറയുന്നുണ്ട്, ഫുഡ് 4 പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻസ് ആണ്. മൈൻഡിൽ ഇപ്പൊ തോന്നുന്ന അല്ലെങ്കിൽ കുറച്ചായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഗോള്, ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഗോള്, അതിന്റെ റീസൺ വൈ, എന്തുകൊണ്ടാണ് അത് വിചാരിച്ചത്, എന്തൊക്കെ മോട്ടിവേഷൻ ആണ് അതിന് കിട്ടുന്നത്, എന്താണ് അത് മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം, എന്താണ് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം? ഓക്കെ. അതിലിപ്പം പുതിയൊരു ഗോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. ഇപ്പൊ അതായത് ഒരു സ്റ്റുഡൻസ് കൗൺസിലർ ആകുക എന്നുള്ളതാണ്. സ്റ്റുഡന്റ് കൗൺസിലർ ആവാം. ഓക്കെ. അതെ അതെ, അതില് കൗൺസിലിംഗിന്റെ ഒരു ഭാഗമാണ് എന്തെങ്കിലും റീസൺ ഉണ്ടോ അതാവാൻ തോന്നാൻ കാരണം? ആവാൻ തോന്നാൻ കാരണം പിന്നെ പല പാരന്റ്സിന്റെയും കുട്ടികളെ വിഷയത്തിൽ നിസ്സഹായാവസ്ഥ കണ്ടിട്ട് തോന്നിയതാണ്. ഓക്കെ. അപ്പം മദ്രസയിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ പാരന്റ്സ് കുട്ടികളുടെ വിഷയത്തിലുള്ള ഒരു ആശങ്കയും ഓരോ പ്രയാസങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ എനിക്ക് തോന്നി ഇതിലൊരു മണി എന്നുള്ളതല്ല മെയിൻ ലക്ഷ്യം എന്നുള്ളത്, ഒരു ഹെൽപ്പിംഗ് മൈൻഡ്, അതായത് ഒരു കുടുംബത്തെ സഹായിക്കുക എന്നുള്ള വലിയൊരു പ്രധാന ഘടകമാണല്ലോ. നൗഷീദൊക്കെ പറഞ്ഞ മാതിരി ഹീലിംഗ്, മറ്റുള്ളവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാം. അതെ അതെ. അതിന് കിട്ടുന്ന നമുക്കുള്ള ഒരു ഊർജ്ജം ഉണ്ടല്ലോ, ഒരു മനസ്സമാധാനം, ഒരു തൃപ്തി. അപ്പൊ അത് തന്നെ ആയിരിക്കാം മോട്ടിവേഷൻ അല്ലെ? ആ ഒരു മറ്റുള്ളവരുടെ സന്തോഷം കാണുക എന്നുള്ളത്. ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്തെങ്കിലും കാരണം കൊണ്ട്? ഇതൊന്നും പറ്റൂല, അതൊന്നും നടക്കൂല? ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലില്ല. ഓക്കെ, ഡിമോട്ടിവേഷൻ ഇല്ല. ഫൈറൂസ് ഫൈറൂസേ ബസ്സിലാണ്. ഓക്കെ ഓക്കെ. എന്നാ നീ പറഞ്ഞ ഈ എന്റെ ഗോളൊക്കെ പറഞ്ഞ അടുത്തുള്ളവരൊക്കെ എന്താ ഈ പെണ്ണിനെ. ഓക്കെ ഓക്കെ. അപ്പൊ ഞാനേ ജസ്റ്റ് ഇപ്പൊ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്കൊക്കെ ഗോൾ ഉണ്ട് അല്ലെ? ആ ഗോള് ഒരു മോട്ടിവേഷൻ, അതായത് ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് അതിന്റെ പുറകിലില്ലെങ്കിൽ ഭയങ്കര ടെമ്പററി ആയി പോകും. സാറ് നിങ്ങളോട് മോട്ടിവേഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ട്. മോട്ടിവേഷൻ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്താന്ന് വെച്ചാല് ഏതൊരു സംഭവം ചെയ്യാൻ, ഏതൊരു ബിഹേവിയറിന്റെയും പുറകിലുള്ള ഒരു
ഡ്രൈവിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഒരു തള്ളുന്ന ഊർജത്തിനെയാണത്. അത് പുറത്തുനിന്നാവാം ഉള്ളുന്നാവാം. ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ഉണ്ടാവുന്ന ഒരു ഊർജത്തിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഡ്രിവൺ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് എവറി ബിഹേവിയർ എന്ന് പറയും. ഈ മോട്ടിവേഷന് നമ്മൾ എന്തിനാ മനസ്സിലാക്കണമെന്ന് വെച്ചാലേ, നമ്മൾ പലപ്പോഴും കുട്ടികളെ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു കൂട്ടം കുട്ടികളെയാണ് നമുക്ക് റെമഡിയൽ ട്രെയിനിങ്ങിന് കിട്ടുക. അവർ കംപ്ലീറ്റ്ലി ഡീമോട്ടിവേറ്റഡ് ആയിരിക്കും. കാരണം അവർ പലതവണ ട്രൈ ചെയ്തിട്ട് അവർ ഫെയിൽ ആയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടത്ര ചിലപ്പോൾ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അവർ അണ്ടർസ്റ്റാൻഡ് ചെയ്തുള്ള ഒരു സപ്പോർട്ട് ആവില്ല കിട്ടുക. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, LD സ്റ്റുഡന്റിനെ, ലേണിംഗ് ഡിസബിൾഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെ ആദ്യം കണ്ടാല് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വേർഡാണ് നിന്നെ കൊണ്ട് കഴിയും. അതായത് ഒരു ടീച്ചർ ആദ്യം കണ്ടാ പറയരുത് എന്നാട്ടെ ഞാൻ പറയുന്നത്. ഒരു കുട്ടി പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊക്കെ പറയുമ്പോൾ എന്നെ കൊണ്ട് കഴിയും, ഈ ഒന്ന് ട്രൈ ചെയ്യേ. ഈ ഒരു ഡയലോഗ് നമ്മൾ കുട്ടീനെ മോട്ടിവേറ്റ് ചെയ്യാൻ യൂസ് ആക്കുന്ന ഡയലോഗ് ആണെങ്കിലും ഇത് ആ കുട്ടിയെ ഡീമോട്ടിവേറ്റ് ആവും. കാരണം എന്താന്ന് വെച്ചാൽ ഒരുപാട് ട്രൈകൾ ഈ കുട്ടി ട്രൈ ചെയ്തിട്ട് ആ ട്രൈയിലൊക്കെ ഫെയിലായി നിൽക്കുമ്പോ വീണ്ടും ഒരു ടീച്ചർ വന്നിട്ട് എന്നെ കൊണ്ട് കഴിയും, അല്ലെങ്കിൽ കുട്ടി എന്നെ കൊണ്ട് കഴിയും എന്ന് പറയുമ്പോ ആ കുട്ടിക്ക് അപ്പം മൈൻഡിൽ ഓടുക എന്താണോ, ഈ വ്യക്തിക്കും എന്നെ മനസ്സിലായിട്ടില്ല. അതായത് LD സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ആ മോട്ടിവേഷൻ അവിടെ വർക്ക് ആവില്ല. അപ്പൊ നമ്മൾ പിന്നെ എന്താ അവിടെ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ, കമ്പനി ആക്കി റാപ്പൊക്കെ ബിൽഡ് ചെയ്ത് പതുക്കെ ഇതൊക്കെ പറയാ. സ്റ്റാർട്ടിങ്ങിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ തോന്നല് വരിക, ഇതിപ്പോ എല്ലാരും പറയണ ഈ ടീച്ചർക്കും എന്റെ പ്രശ്നം മനസ്സിലായിട്ടില്ല, എന്റെ പ്രയാസം മനസ്സിലായിട്ടില്ല, എന്നോട് ശ്രദ്ധിക്കേ, ഒന്നുകൂടെ ശ്രദ്ധിക്കാനോ ഒന്നുകൂടെ പഠിച്ചാലൊക്കെ കിട്ടുന്ന ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ മോട്ടിവേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ മുന്നിൽ എന്തൊക്കെ മോട്ടിവേഷൻ ആണ് ഒരാൾക്ക് ഉണ്ടാവുക, എന്താണ് മോട്ടിവേഷൻ, എങ്ങനെയാണ് ഒരാളുടെ മോട്ടിവേഷൻ റിയൽ ആയിട്ട് കൊണ്ടുവരിക. പലതരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഇതിൽ ഏത് മോട്ടിവേഷനാണ് ഒരു വ്യക്തിയെ ഒരു പോസിറ്റീവിലേക്ക് കൊണ്ടെത്തിക്കുക എന്നൊക്കെ നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. വളരെ ചെറിയ ടോപ്പിക്കാണ് കേട്ടോ. നിങ്ങൾക്ക് സ്ക്രീന് കാണുന്നുണ്ടോ? നിങ്ങളെ ഫോണിൽ നിന്നൊന്ന് സൂം ചെയ്താൽ മതിയാവേ. ചെറിയ റൈറ്റിങ്സ് ആണ്, അതുകൊണ്ടാണ്. കാണുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ വാട്ട് ഈസ് മോട്ടിവേഷൻ എന്നുള്ളിടത്ത്, മോട്ടിവേഷൻ ഈസ് ദ എനർജൈസിങ് ഫോഴ്സ് ബിഹേവിയർ ദാറ്റ് ഗിവ്സ് ഇറ്റ് ഡയറക്ഷൻ ആൻഡ് പെർസിസ്റ്റൻസ്. അതായത് ഓരോ ബിഹേവിയറിന്റെയും പുറകിലുള്ള ഒരു എനർജൈസിങ്, അതിനെ എനർജിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഫോഴ്സ്, ഒരു ശക്തിനെയാണ് നമ്മൾ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ മോട്ടിവേഷൻ പലപ്പോഴും മെയിൻ ആയിട്ട് നമുക്ക് രണ്ട് തരത്തിൽ പറയാം: ഇന്റേണൽ മോട്ടിവേഷൻ ആൻഡ് എക്സ്റ്റേണൽ മോട്ടിവേഷൻ. ഇപ്പോ വളരെ സിമ്പിൾ ആയിട്ട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കുന്നത് ഇന്റേണൽ മോട്ടിവേഷൻ കൊണ്ടാണ്. ഓക്കെ, നമ്മുടെ മക്കൾ പലരും പഠിക്കുന്നത് എക്സ്റ്റേണൽ മോട്ടിവേഷൻ കൊണ്ടാണ്. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുന്നത് ലേൺ ചെയ്യാനാണ്. കാരണം നിങ്ങളെ ഭാവിക്ക് ഇത് വേണം, അല്ലെങ്കിൽ ഇത് ഉണ്ടായാലേ എന്റെ പ്രൊഫഷൻ മുന്നോട്ട് പോകുള്ളൂ. നിങ്ങളുടെ ഗോളിൽ തന്നെ ഇപ്പോ നൗഷിദയുടെയും തൗഫീഖിന്റെ ഒക്കെ ഗോളിൽ നിന്ന് തന്നെ ഈ ഒരു ഏരിയയും കൂടെ കിട്ടിയാലേ നിങ്ങളുടെ പ്രൊഫഷൻ ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ സ്റ്റഡിങ് എന്ന് പറയുന്നത് ഫോർ ലേണിംഗ് ആണ്, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് ആരും ഫോഴ്സ് ചെയ്യണ്ട. സുവൈരി ആ ക്ലാസ് കയറി, തൗഫീഖെ ഇന്ന് ക്ലാസ് ഇല്ലേ, ഫൈറൂസെ ക്ലാസ് ഇല്ലേ എന്ന് ആരും ചോദിക്കേണ്ട. നിങ്ങൾ ഒരു വിധം കഴിയുമെങ്കിൽ ഒരു ജെന്യൂൻ റീസൺ ഉണ്ട് എന്നല്ലാത്ത മറ്റു കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ക്ലാസ് റൂമിൽ കയറിയിരിക്കും. കാരണം നിങ്ങളുടെ ഇന്റേണൽ മോട്ടിവേഷൻ ആണ്. നിങ്ങൾക്ക് അത് ഉണ്ടായേ തീരുള്ളൂ. നിങ്ങളുടെ അതിന് അത് ഉള്ളിന്ന് വരുന്ന, അതുകൊണ്ട് തന്നെ ആരും ഫോഴ്സ് ചെയ്യണ്ട. പക്ഷെ നമ്മുടെ മക്കളിൽ പലരും, എല്ലാരും ഞാൻ പറയുന്നില്ലേ, സ്റ്റഡി ചെയ്യുന്നത് ഫോർ മാർക്സ്, ഫോർ റിവാർഡ്, ഫോർ പേടി, ഉമ്മാരെ പേടിച്ചിട്ട്, ചീത്ത പറയണത് പേടിച്ചിട്ട്, ക്ലാസ്സിന് അടി കിട്ടുന്നത് പേടിച്ചിട്ട്, പലപ്പോഴും എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ് അവർക്ക് ഉണ്ടാവുന്നത്. സിമ്പിൾ ആയിട്ട് ഇത് കാര്യം എന്താ മനസ്സിലായോ? ഡീറ്റെയിലിംഗിലേക്ക് ഞാൻ പോവാം. ഓക്കെ. അപ്പോ ഈ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ മോട്ടിവേഷനെ നമ്മൾ സൈക്കോളജിയിൽ, നിങ്ങളുടെ ടെക്സ്റ്റില് അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ടേം ആയിട്ട് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. ഫസ്റ്റ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇതാ സ്ക്രീനിൽ കാണാം, ഇൻട്രിൻസിക് മോട്ടിവേഷൻ. മറ്റൊന്ന് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ. അതായത് ഇന്റേണൽ എക്സ്റ്റേണൽ അല്ലേ? അതെ. അതായത് ഇത്രയേ ഉള്ളൂ. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാല്
ദ മോട്ടിവേഷൻ അറൗസസ് വിത്തിൻ ദ പേഴ്സണാലിറ്റി. ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് മോട്ടിവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ഡീറ്റെയിലിംഗ് പറഞ്ഞുതരാം. എന്റെ ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ഇത് ഞാൻ വായിച്ചു തരാം. അതിനേക്കാൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്നുണ്ടാവുന്ന മോട്ടിവേഷനെയാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ദ മോട്ടിവേഷൻ അറൈസസ് അറൗസസ് വിത്തിൻ ദ പേഴ്സണാലിറ്റി. ഒരു പേഴ്സണാലിറ്റിയുടെ ഉള്ളിൽ നിന്ന് വരുന്നതിനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഡ്രൈവൺ ബൈ ഇന്റേണൽ ഡിസയേഴ്സ്, ഉള്ളിൽ നിന്നുള്ള ആഗ്രഹങ്ങളാവാം, പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ആവാം, സ്റ്റുഡന്റ് എൻഗേജ് ബിക്കോസ് ദ ആക്ടിവിറ്റി ഇറ്റ് സെൽഫ് റിവാർഡിങ്, ഇത് വേണ്ട സെൽഫ് ജനറേറ്റഡ് ഇൻട്രസ്റ്റ് ആവും. അതായത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ് മെയിൻ ആയിട്ട്. ഒന്ന്, സെൽഫ് ജനറേറ്റഡ് ആയിരിക്കും, ഉള്ളിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്ത ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കും. പലപ്പോഴും പേഴ്സണൽ ഫുൾഫിൽമെന്റിനാണ്. ഇവിടെ സുൽഫത്ത് പറഞ്ഞ ബ്യൂട്ടിഫുൾ ഫാമിലി. ഈ ബ്യൂട്ടിഫുൾ ഫാമിലി എന്തിനാ മനസ്സിലാക്കുന്നത്? നമ്മുടെ ഹാപ്പിനെസിന് വേണ്ടി അല്ലെ? ഈ ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ ഇന്റേണൽ ആണ്. ലോങ് ടേം എപ്പോഴും ഇൻട്രിൻസിക് മോട്ടിവേഷൻ ലോങ് ടേം ആയിരിക്കും, അത് പെർസിസ്റ്റന്റ് ആയിരിക്കും, കുറച്ചുകൂടെ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ എക്സാമ്പിൾ ആണ് വിശപ്പ് എന്നുള്ളത്. ഉള്ളെന്ന് വരുന്ന ഒരു സാധനമാണ്. ഭൗതികമായ നമ്മുടെ ബയോളജിക്കലി ഉള്ള കാര്യം പറയുന്നത്, സൈക്കോളജിക്കലി അല്ല. വിശക്കുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ്. ഈ വിശന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും കഴിക്കണം. ഇനി ഞാൻ ഈ വിശപ്പ് തന്നെ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആവുന്നത് പറഞ്ഞുതരാം. നമ്മുടെ കുട്ടികളെയും കൊണ്ട് പുറത്തു പോകുമ്പോൾ എന്തേലും വേണം, എന്തേലും വേണം. ഈ എന്തേലും വേണമെന്നുള്ളത് ചിലപ്പോൾ നമ്മൾ ജ്യൂസോ നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്ന് വാങ്ങിക്കൊടുത്താൽ ചില ആളുകൾക്ക് സ്പെസിഫിക് വിശപ്പായിരിക്കും. ആ എണ്ണക്കടി മാത്രം തിന്നണം, അല്ലെങ്കിൽ ഈ ഹോട്ടലത്തെ ഈ ഒരു സാധനം മാത്രം തിന്നണം. ഇതവിടെ എക്സ്ട്രിൻസിക് ആണ്. ആ സാധനത്തിന്റെ റീല് കണ്ടതായിരിക്കും അവിടെ മോട്ടിവേറ്റ് ആയത്. അല്ലാതെ വിശപ്പ് എന്ന് പറഞ്ഞ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ അവിടെ ഇല്ല. ഞാൻ ഒരേ സാധനത്തിന് തന്നെ 2 രൂപത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് അതിൽ ക്ലാരിറ്റി കിട്ടാനാണ് കേട്ടോ. ഇനി ഞാൻ ഇൻട്രിൻസിക് മോട്ടിവേഷന് വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മള് ലേഡീസിനെ എടുക്കാം. മാരേജ് ഒക്കെ കഴിഞ്ഞ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മുടെ ജോബ് അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കണം. ഇപ്പൊ ഈ പഠിക്കുന്നതൊക്കെ നിങ്ങളൊന്ന് സെൽഫ് സഫീഷ്യന്റ് ആവാനായിരിക്കാം. ചിലപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങള് ബേർഡൻസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ നീഡ്സ് ഫുൾഫിൽ ചെയ്യാനുണ്ടാവും. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ചിലപ്പോ ചില കമ്പാരിസൺസ് ഉണ്ടാവും. ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ജോലിയുണ്ട്, ഒരു മരുമകൾക്ക് ജോലിയുണ്ട്, ഒരു മരുമകൾക്ക് ജോലിയില്ല. അല്ലെങ്കിൽ നമ്മളെ കൂടെ പഠിച്ച എല്ലാവരും നമ്മൾ മൈൻഡ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ പണ്ടത്തെ ക്ലാസ് റൂമിലേക്ക് നോക്കുമ്പോൾ ക്ലാസ്സിൽ ഏറ്റവും ബോറാക്കി ബാക്ക് ബെഞ്ചിൽ അലമ്പ് കാണിച്ച് അല്ലെങ്കിൽ ക്ലാസ്സിൽ അത്രയും വട്ടപൂജ്യമായിരുന്നവർ വരെ ഇന്ന് ജോലിയിൽ ഇരിക്കുക. ഞാൻ ഇങ്ങനെയും പഠിച്ച് ഇത്രയും നല്ല കുട്ടിയായിട്ട് എനിക്ക് ജോലിയില്ല. ഈ ഒരു സാധനം ഉള്ളിന്റെ ഉള്ളിന്ന് വന്നു കഴിഞ്ഞിട്ട് ആ ഒരു വ്യക്തി പഠിക്കാനും ജോലിക്കൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷനാണ്. അത് ഉള്ളിന്ന് വന്നതാണ്. അവിടെ റീസൺ ഉണ്ട്. സെൽഫിനോട് എപ്പോഴും അത് കണക്റ്റഡ് ആയിരിക്കും. അതായത് എനിക്ക് വേണം, ഞാൻ ആയേ മതിയാവുള്ളൂ, എന്റെ ഹാപ്പിനെസ്സിന് അത് വേണം, അല്ലെങ്കിൽ എന്റെ ഫുൾഫിൽമെന്റിന് അത് വേണം, എനിക്ക് ജീവിക്കാൻ അത് ഉണ്ടായാൽ മതിയാവും. ഈ ഒരു സാധനം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുമ്പോഴാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ വരുന്നത്. ഈ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് ലോങ് ലാസ്റ്റിംഗ്. അതായത് ആരും പുറത്തുനിന്ന് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. പൊയ്ക്കോ സ്കൂളിൽ പോയിക്കോ, ക്ലാസ്സിന് പോയിക്കോ, ഞായറാഴ്ച അല്ലേ ഇന്ന് അങ്ങോട്ട് പോയിക്കോ, ഇത് ചെയ്യ്, അസൈൻമെന്റ് ചെയ്യ്, സെമിനാർ ചെയ്യ്, ഇങ്ങനെ ആരും അവിടെ പ്രഷർ ചെയ്യണ്ട. ഈ ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ പ്രത്യേകത അതാണ്. അത് ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും. പുറത്തുനിന്ന് പ്രഷറിന്റെ ആവശ്യമല്ല. ഉള്ളിന്റെ ഉള്ളിന്ന് ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടും ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ടും ലോങ് ടേം റിസൾട്ടിന് വേണ്ടിയിട്ടും നമ്മുടെ മൈൻഡ് സെറ്റിൽ നിന്ന് ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. ക്ലിയർ ആണോ? ഓക്കെ. ആ അപ്പോ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്താന്ന് വെച്ചാല് മോട്ടിവേഷൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ഫോഴ്സ് എക്സ്റ്റേണൽ ഫ്രം എ പേഴ്സണാലിറ്റിന്നോ അല്ലെങ്കിൽ ഫ്രം ദി എക്സ്റ്റേണൽ ഫോഴ്സ് ഉണ്ടാവുന്ന മോട്ടിവേഷനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ കുട്ടീനോട് കുട്ടി ഹോംവർക്ക് ചെയ്യുന്നില്ല, അപ്പൊ നിങ്ങൾ പറയാണ് ഈ ഒരു റിവാർഡ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് എന്താ പറയാ അത് ചെയ്യണമെങ്കിൽ ഇത് ചെയ്തേ തീരുള്ളൂ. അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ചില റിവാർഡ്സോ മാർക്സോ കൊടുക്കുമ്പോൾ അതിന് പഠിച്ചേ മതിയാവുള്ളൂ. പുറത്തൊരു റിവാർഡും
പുറത്തൊരു സംഭവം സെറ്റ് ചെയ്തിട്ട് അതിനു വേണ്ടി അല്ലെങ്കിൽ ഒരു സാധനം അവിടെ മാർക്സ്, സ്റ്റഡിങ് ഫോർ മാർക്സ്, ഇങ്ങനെ അല്ലെങ്കിൽ എന്താ പറയാ ഒരു ജോബ് ചെയ്യുന്നത് ഫോർ സാലറി. പലപ്പോഴും ജോബൊക്കെ അങ്ങനെ തന്നെ കേട്ടോ നമ്മൾ ചെയ്യുന്നത് സാലറിക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ അപൂർവം ചിലര് മാത്രമേ പാഷൻ കൊണ്ട് ഇൻട്രിൻസിക് മോട്ടിവേഷൻ കൊണ്ട് ജോലി ചെയ്യുന്നുള്ളൂ. സാലറീഡ് ആയിട്ടുള്ള സ്റ്റാഫുകളൊക്കെ ആ ഒരു മാസത്തിന്റെ എൻഡില് സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആണ്. അതായത് ഡ്രൈവൺ ബൈ എക്സ്റ്റേണൽ റിവാർഡ്സ് ഓർ ദ ഡിസയർ ടു അവോയ്ഡ് പണിഷ്മെന്റ് എന്നല്ല, അതിന്റെ പ്രയാസങ്ങൾ കോൺസിക്വൻസ് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നത്. ഇത് വളരെ ഷോർട്ട് ടേം ആയിരിക്കും. മറ്റേത് നമ്മൾ ലോങ് ടേം ആന്ന് പറയുമ്പോൾ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ വളരെ ഷോർട്ട് ടേം ആയിരിക്കും. ഇത് ഗ്രേഡിന് വേണ്ടിയിട്ടായിരിക്കാം, റിവാർഡിന് വേണ്ടിയിട്ടായിരിക്കാം, അവോയ്ഡിങ് കോൺസിക്വൻസ്, വീട്ടിൽ നിന്ന് ചീത്തേക്കുന്നതും അല്ലെങ്കിൽ ആൾക്കാരുടെ നാണം കെടുന്നതും പേടിച്ചിട്ടാവാം, റെക്കഗ്നീഷനും പ്രൈസും, ഫെയിം ആവണം അല്ലെങ്കിൽ എന്നെ കുറിച്ച് പറയണം, എന്നെ മാത്രം കൺസിഡർ ചെയ്യണം, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവുന്നത്. ഇത് രണ്ടും കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ നല്ലത്? ഇനി അല്ലാതെ വേറെ മോട്ടിവേഷൻ ഉണ്ട് ഇവിടെ, അച്ചീവ്മെന്റ് ഞാൻ പറഞ്ഞു തരണ്ടേ. പക്ഷെ ഇത് രണ്ടും കണ്ടിട്ട് ഏതാ നല്ലത് തോന്നുന്നത്? ഇൻട്രിൻസിക്. ഇൻട്രിൻസിക്. കുട്ടികളിൽ എങ്ങനെയാണ് നമ്മൾ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാക്കിയെടുക്കുക? എക്സ്ട്രിൻസിക്കാ നമ്മൾ കൊടുക്കുക, അതെങ്ങനെ ഇൻട്രിൻസിക്കിലേക്ക് വരിക? എന്തെങ്കിലും ഐഡിയകൾ ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്തത് കുട്ടികളെ ഇൻട്രിൻസിക് ആക്കി എടുത്ത കഥകൾ പറയാനുണ്ടോ? എടുക്കണില്ല അല്ലേ? ഇപ്പോഴെ എക്സ്ട്രിൻസിക് ആക്കി എടുക്കുക. അത് ഈ പറഞ്ഞ പോലെ നമ്മള് മുമ്പ് ക്ലാസ് പറഞ്ഞില്ല, റിവാർഡ് കൊടുത്തിട്ടുള്ള അതിലൂടെ ഇൻട്രസ്റ്റ് ആയിക്കൂടെ? നമ്മൾ മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനല്ലോ റിവാർഡ് കൊടുത്തിട്ടുള്ളൊരു പിന്നെ ടാസ്ക്, അതിലൂടെ ഇൻട്രസ്റ്റ് ആക്കി എടുത്തൂടെ അപ്പളെ? അതാക്കിയെടുക്കാം. ആദ്യം എക്സ്ട്രിൻസിക് ഉള്ളത് ഇൻട്രിൻസിക് ആക്കിയെടുക്കണം. എക്സ്ട്രിൻസിക് തന്നെ മാത്രം നിൽക്കുകയാണെങ്കിൽ ആ കുട്ടി ഷോർട്ട് ടേം ആണ്. കുറച്ച് കാലം ആ റിവാർഡിനോട് ഒരു ആഗ്രഹം പോയാലോ അല്ലെങ്കിൽ അതിന്റെ ഒരു പൊലിവ് നഷ്ടപ്പെട്ടാൽ നിൽക്കും. അതിന് ഇൻട്രിൻസിക് ആക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഡ്യൂട്ടി. എന്താ അപ്പൊ അതിന് ചെയ്യാൻ പറ്റുക? നിങ്ങളൊരു അഭിപ്രായം എന്താ? ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഒരു ചെറിയ വരുമ്പോഴേക്കും അപ്രിസിയേഷൻ കൊടുത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? മോട്ടിവേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? അത്യാവശ്യം പ്രൈസ് ചെയ്യാ അല്ലെ? അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുക പറ്റും. പിന്നെ ഒരു ഉറച്ച എയിം ഉണ്ടല്ലോ, ഞാൻ എന്താകണം എന്നുള്ളത് കുട്ടികളെ മൈൻഡിലേക്ക് ഉറപ്പിക്കുക ആദ്യം. നടക്കുമോ? നടക്കും. ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്ന ക്വസ്റ്റ്യൻ എന്താ? ഈ സാധനം നമ്മളെ മക്കളെ അടുത്ത് ഇല്ല, നമുക്ക് വേണ്ടി സ്കൂളിൽ പോകുന്നു, നമുക്ക് വേണ്ടി പഠിക്കുന്നു അല്ലേ? ഉമ്മ അറിഞ്ഞുകൊണ്ട് പോവാണ്, ഉമ്മ അറിഞ്ഞുകൊണ്ട് എഴുതാണ്. അങ്ങനെ ഉമ്മാക്ക് വേണ്ടി പോകുന്നു. അപ്പൊ അവർക്ക് ഒരു ഗോളില്ല. ഗോൾ ഉണ്ടെങ്കിലല്ലേ മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കും, നിങ്ങൾ ചിന്തിക്കും. നിങ്ങൾ ജോലിക്ക് പോകണം. അപ്പൊ തൗഫീക്ക് ജോലിക്ക് പോകണ എന്താണ്? ഫാമിലിയെ മെന്റർ ചെയ്യുക, ഫാമിലിയെ ഷേപ്പ് ചെയ്യുക എന്നുള്ളൊരു ഗോൾ അവിടെ ഉണ്ട്. തൗഫീക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഭാര്യയും 2 കുട്ടികളും 3ാമത് റിലീസ് ആവാനിരിക്കുന്ന ഒരു കുട്ടി ഇരിക്കുന്നുണ്ട് അല്ലേ? ഇതാണ് മാഷാഅല്ലാഹ് ഇൻഷാഅല്ലാഹ്, ഇതാണ് എന്നും മോർണിംഗ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടാസ്ക് ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? ടാസ്കുകളാണ്, ഓരോ ദിവസവും ഓരോ ടാസ്ക് ആണ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. 31-ാം തീയതി ആവുമ്പോ അല്ലെങ്കിൽ ഒരു 25-ാം തീയതി മന്തിലാവുമ്പോ നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക് ആയി എന്തേലും പൈസ ഉണ്ടാക്കാൻ നോക്കണം. 1-ാം തീയതി 2-ാം തീയതി EMI അടക്കുന്നവരുണ്ടെങ്കിൽ അത് അടച്ചേ തീരുള്ളൂ. ജിപേയിൽ പൈസ ഉണ്ടായാലേ EMI അടക്കാൻ പറ്റുള്ളൂ അല്ലെ? നമുക്ക് ഒരുപാട് ടാസ്കുകൾ മുന്നിലുണ്ട്. ഈ ടാസ്ക് നമുക്ക് അത്യാവശ്യം ആയതുകൊണ്ടാണ് നമ്മള് മോട്ടിവേഷൻ വരുന്നത്. അത് എക്സ്ട്രിൻസിക് ഇൻട്രിൻസിക് വരുന്നത് അത് എന്റേതാണ്, എനിക്കത് മതിയാവും എന്നുള്ളത്. ഈ തോന്നലുകളാണ് നമ്മുടെ ക്ലയൻസിനും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ മുന്നിൽ ഇരിക്കുമ്പോ ഇല്ലാത്തത്. പഠിക്കണ എന്തിനാ? നമുക്ക് വേണ്ടി. സ്കൂളിൽ പോണ എന്തിനാ? നമുക്ക് വേണ്ടി. എഴുതണ എന്തിനാ? അമ്മക്ക് വേണ്ടി. അല്ലാതെ ഓർക്കൊരു ചീത്തപ്പേരോ അടിയിട്ടണതോ അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ചിലർക്ക് മാത്രമേ പേടിയുള്ളൂ. സ്കൂളിൽ നിന്ന് ചീത്തേക്കണതോ സ്കൂളിൽ നിന്നാണെങ്കിൽ എന്ത് സ്റ്റാർ, അതിപ്പോ എപ്പോഴും കിട്ടും സ്കൂളിൽ, എന്തിനാ ഇപ്പൊ സ്റ്റാർ എന്ന് കരുതുന്നത്. ഒരു കൂട്ടം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓരോ ഏജുകാർക്കും അവർക്കൊരു ഗോള് സെറ്റ് ചെയ്ത് കൊടുക്കണം.
അവരുടെ ഉള്ളില് ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷനാ നമ്മൾ കൊടുക്കുന്നത്. അതായത് പുറത്തുനിന്ന് ഒരു ഫോഴ്സ് കൊടുക്കുക, ഇന്നത് ചെയ്താൽ ഇന്ന റിവാർഡ്. ഇത് കംപ്ലീറ്റ് വർക്കായി അവർ പതുക്കെ അത് ഉള്ളിന്റെ ഉള്ളിലേക്ക് എടുത്തൊരു മോട്ടിവേഷൻ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവർക്കൊരു ഗോൾ ഉണ്ടാവണം. ആ ഗോൾ എന്തിനാന്നുള്ള ധാരണ അവർക്ക് ഉണ്ടാവണം. നിങ്ങളോട് ചോദിച്ച ക്വസ്റ്റ്യൻ വൈ ഐ വാണ്ട്, അല്ലെങ്കിൽ എന്തിനാണ് ഇത് എനിക്ക് വേണ്ടത്, എന്തൊക്കെയാണ് എന്നെ മോട്ടിവേറ്റ്, എന്താ ഇപ്പൊ ഇത് ചെയ്യാൻ പ്രയാസമാക്കുന്നത്? മൈൻഡ് സെറ്റ് ആണ്, എപ്പോഴും മൈൻഡ് സെറ്റ് ബിഹേവിയർ ആണ് നമ്മളെ പ്രയാസമാക്കുന്നത്. അപ്പൊ ഈ ഒരു സാധനം ഏത് ഏജുകാർക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തേ മതിയാവുള്ളൂ. നിങ്ങളെ കുട്ടികളിൽ ഇനി എങ്ങനെ വർക്ക് ചെയ്യുന്ന എനിക്കറിയില്ല, പക്ഷെ നിങ്ങളെ ക്ലയൻസിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. കുട്ടികളിൽ നമ്മളിപ്പോ കുറെ ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് എന്തൊക്കെ ഇനി എവിടൊക്കെ മാറ്റേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ ക്ലയൻസ് വന്നു കഴിഞ്ഞാല് ആ ക്ലയൻസിന് എപ്പോഴും നമ്മൾ എന്താ കൊടുക്കേണ്ടതെന്ന്, ഷോർട്ട് ടേം ഗോളുകൾ. ചെറിയ കുട്ടികൾ, ഏത് കുട്ടികളായാലും ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആഴ്ചയിലൊരു ഗോള്, ആ രണ്ടാഴ്ചയിലൊരു ഗോള്, ഒരു മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിലെ ലോങ് ടേം. ഇപ്പൊ 5ാം ക്ലാസ്സുകാരനായാലും 3ാം ക്ലാസ്സുകാരനായാലും 8ാം ക്ലാസ്സുകാരനായാലും 8ാം ക്ലാസ്സുകാരിയായാലും 10 എന്നുള്ളത് ഏത് ക്ലാസ് ആണോ അവരുടെ കൊല്ല പരീക്ഷ അല്ലെങ്കിൽ സമ്മേറ്റീവ് എക്സാം എന്നുള്ളത് അവരുടെ ലോങ് ടേം ഗോളാണ്. ഈ ഗോളിനെ പേടിപ്പിച്ച്, അതായത് നമ്മള് സ്വാഭാവിക ടോക്ക് ഇങ്ങനെയാണ്, പരീക്ഷ പൊതുപരീക്ഷയാണ്, 10ാം ക്ലാസ് ആണ്, SSLC ആണ്, ബോർഡ് എക്സാം ആണ്, അല്ലെങ്കിൽ ആദ്യത്തെ പോലെയല്ല ഇപ്പൊ എല്ലാ ക്ലാസ്സിലും തോൽപ്പിക്കും. ആ ലാസ്റ്റ് സാധനത്തിനെയാണ് നമ്മൾ, അതിലേക്കാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. നിങ്ങളോട് ഇപ്പൊ പറയാണ് ഞാന്, നിങ്ങൾക്ക് അടുത്ത ഏപ്രിലില് അല്ലെങ്കിൽ അടുത്ത മെയ് ലാസ്റ്റ് എക്സാം ആണെന്ന് തോന്നിയ ഇപ്പോഴൊന്നും നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ ഉള്ളിലേക്ക് വരൂല. മെയിൽ എക്സാം ആന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ ആവണം നിങ്ങൾക്ക് ആ മോട്ടിവേഷൻ വരണമെങ്കിൽ, അല്ലെ? ഇപ്പൊ വരുന്ന ഒരു അപൂർവം ചിലരുണ്ടായിരിക്കും. ആ ഒരു സാധനമാണ് നമ്മൾ നമ്മളെ കുട്ടിക്ക് കൊടുക്കുന്നത്. അതായത് ആ ലോങ് ടേമിലുള്ള ഒരു സാധനത്തിന് അച്ചീവ് ചെയ്യാൻ വേണ്ടി മോട്ടിവേഷനാണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തവർക്ക് അത് സമയമുണ്ട്, എന്തൊക്കെ ഉണ്ട് അതിന്റെ മുന്നിൽ കിടക്കുന്ന ഒരുപാടുണ്ട്. അപ്പൊ എപ്പോഴും ഞാൻ ക്ലയൻസിനെ ഒക്കെ ഉദ്ദേശിച്ചാ പറയുന്നത്, കുട്ടികളായാലും നിങ്ങൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുക, നിങ്ങളായാലും. അപ്പൊ നിങ്ങൾക്ക് ഫാത്തിമയുടെ ഗോള് ബോഡി വെയിറ്റ് കുറയ്ക്കുക അല്ലെങ്കിൽ ഫിറ്റ്നസ് ചെയ്യാന്നുള്ളതാണ്, ഹെൽത്തിന് വേണ്ടിയിട്ട്. ഒരിക്കലും നമ്മളിപ്പോ നിങ്ങളെല്ലാരും ആദ്യമായിട്ട് ജിമ്മിൽ പോകുമ്പോൾ നമ്മളെ ഒരു ഫുൾ ബോഡി വെയിറ്റും ഫാറ്റും ഒക്കെ നോക്കും, ന്യൂട്രീഷൻ കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മളോട് ഐഡിയൽ ആയിട്ട് പറയും, നിങ്ങളുടെ ഏജിന്റെ അനുസരിച്ച് ഇത്ര വെയിറ്റ്, അതായത് നിങ്ങൾക്ക് 15 കിലോ കുറയ്ക്കണം. ഒരിക്കലും ആ 15 കിലോ ആവരുത് നമ്മുടെ ഗോള്. നമ്മുടെ ഗോൾ എന്താവണം? ഈ മാസം ഞാൻ 1 കിലോ കുറയ്ക്കും. എന്നാലേ സ്മോൾ ഗോൾ സെറ്റ് ചെയ്ത് ആ 1 കിലോ എന്തിനാ കുറയ്ക്കണേ, അടുത്ത മാസം എനിക്ക് ഒന്നും കൂടെ കൊടുക്കണം, അടുത്ത മാസം ഒന്നും കൂടെ, അങ്ങനെ കുറച്ച് കുറച്ച് എനിക്ക് പതുക്കെ എന്റെ കംപ്ലീറ്റ് ഗോൾ അച്ചീവ് ചെയ്യണം. ആ റീസൺ അവിടെ ഉണ്ടായാലേ റിയൽ മോട്ടിവേഷൻ വർക്ക് ചെയ്യുള്ളൂ. 15 എന്നുള്ള അല്ലെങ്കിൽ 10 കിലോ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഈ എന്താ പറയാ ഫിറ്റ്നസ് പറയുന്നത് നിങ്ങൾ എല്ലാത്തിലേക്കും കണക്ട് ചെയ്യാട്ടോ. ഈ വലിയൊരു സംഖ്യ നമ്മളെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് അതിലേക്ക് എത്തിക്കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. എത്തിക്കിട്ടാൻ പ്രയാസാന്ന് മാത്രമല്ല, ഒരു ദിവസം എങ്ങാനും നമ്മൾ വെയിറ്റ് നോക്കിയ ദിവസം നമ്മൾക്കൊരു മാറ്റം വന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു 1/2 കിലോ കൂടിയിട്ടുണ്ട് എന്ന് കരുതുക. അപ്പൊ നമ്മൾ ആകെ ഡീമോട്ടിവേറ്റ് ആവും. ഞാൻ ഇത്ര ഡയറ്റൊക്കെ നോക്കിയിട്ട് ഇത്രയൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടും ഈ 1/2 കിലോ കൂടിയിരിക്കുകയാണോ എന്നുള്ളത്. പക്ഷെ ആ 1 കിലോയിൽ ചിന്തിച്ചു നോക്കി, അരയല്ലേ കൂടിയിട്ടുള്ളൂ, ഇനി അവിടെ അരയുണ്ട്, കുറക്കാൻ സമയമുണ്ട്. അതായത് ചെറിയ ചെറിയ ഒരു ഗോള് എന്ന് പറയുമ്പോൾ ഇപ്പൊ നിങ്ങളൊക്കെ ഇട്ട ഗോൾ ഉണ്ടല്ലോ, ഈ ഗോളിനെ നിങ്ങൾ ചെയ്യേണ്ടത് സ്പ്ലിറ്റ് ചെയ്യും. ഇത് നിങ്ങളിൽ കൺസിസ്റ്റന്റ് ആയി പെർസിസ്റ്റന്റ് ആയി സ്ഥിരമായിട്ട് പോയി സ്ഥിരമായിട്ട് ഏത് കണ്ടീഷനിലും കുറച്ചു നേരെങ്കിലും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾക്ക് ഉണ്ടാവണമെങ്കിൽ, നിങ്ങളെ മൈൻഡ് സെറ്റ് മാറണമെങ്കിൽ നിങ്ങളെ ചെറിയ ഗോളിനെ തന്നെ വീണ്ടും ചെറുതാക്കുക. ആദ്യം ചെയ്യേണ്ടത് എന്ത്, അതിന്ന് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് പോയി. ഇതേപോലെയാണ് നമ്മളെ കുട്ടിക്ക് ഉള്ള റിവാർഡുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും വലിയൊരു സംഭവം മുന്നേ പറയരുത്. ഈ ഒരു മാസത്തില് നീ ഈ ഒരു കാര്യം മാത്രം ഇതില് മാത്രം റെഡിയാക്കിയാൽ മതി. അതിങ്ങനെ റെഡിയായി ഇങ്ങനെ ചെയ്യാൻ കൊടുക്കുമ്പോൾ പതുക്കെ നമ്മള് നേരത്തെ ഫർസാന പറഞ്ഞ മാതിരി നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുക. ഈ സാധനം കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും ആദ്യം നമ്മൾ പറയാം, ഇൻട്രിൻസിക് മോട്ടിവേഷൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ആവണമെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ള മെന്ററിങ് ആയിരിക്കണം എന്നാ പറയാം.
ആരാണോ നമ്മുടെ മുന്നിലുള്ളത് അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, നല്ല സപ്പോർട്ട് ചെയ്യണം, അതുപോലുള്ള മെന്ററിങ് ആയിരിക്കണം. ഇത് മൂന്നും നല്ല രൂപത്തിൽ നടന്നാലേ ഈ മോട്ടിവേഷൻ അങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വരെ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ പലതും എക്സ്ട്രിൻസിക് ആയിട്ടുണ്ടാവും. എക്സ്ട്രിൻസിക് ആണെങ്കിൽ അത് ലോങ് ലാസ്റ്റ് ചെയ്യൂല, കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിൽക്കും. ഈ സംഭവത്തിലാണ് നമ്മൾ പറയലേ, ഒരു ഡയലോഗ് പറയലില്ലേ, സിനിമ ഡയലോഗ് ഇല്ലേ, ഇപ്പൊ കിട്ടുന്നില്ല. ജയസൂര്യയുടെ വള്ളം എന്ന് പറഞ്ഞ മൂവിയില് ഒരു ഡയലോഗ് ആരെങ്കിലും കണ്ടില്ല? ഭയങ്കര വൈറൽ ആയിട്ടുള്ള ഷോർട്ട് ഒക്കെ ഉള്ള. നിങ്ങളിതൊന്നും കാണില്ല. ആ ശരി, ഇൻസൾട്ട് ആണ്. അതെ, ആ സാധനം ഇൻസൾട്ട് ആണ് മുരളി ജീവിതത്തിൽ ഏറ്റവും വലിയത്, സക്സസ് അല്ലെങ്കിൽ മോട്ടിവേഷൻ അങ്ങനെ എന്തോ. ഈ സാധനം എപ്പോഴാണോ, ഇൻസൾട്ട് ആയാലും എന്ത് സാധനമായാലും ഉള്ളില് തട്ടിയിട്ട് എനിക്ക് വേണം എന്നാ തോന്നലുണ്ടല്ലോ. ഞാൻ ഇതായാലേ ഇവിടെ മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെയൊക്കെ ആയാലേ സമൂഹത്തിൽ തലപൊക്കി നിൽക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെ ആയാലേ എന്റെ വാക്കുകളെ ആളുകൾ അംഗീകരിക്കുകയുള്ളൂ. ഈ സാധനം വന്നാൽ മാത്രമേ ഇൻട്രിൻസിക് മോട്ടിവേഷൻ വർക്കാവുള്ളൂ. എനിക്ക് എന്റെ ആവശ്യത്തിന്, എന്റെ ഹാപ്പിനെസ്സിന്, എനിക്ക് വേണ്ടി എന്നുള്ള ഒരു സാധനം വരും. മറ്റുള്ളവർക്ക് വേണ്ടി, ഓരെക്കാൾ മുന്നിലാവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനേക്കാൾ ആ കമ്പയർ ചെയ്തിട്ടുള്ള ഒരു ടോക്ക് ഉണ്ടല്ലോ, അത് എപ്പോഴും എക്സ്ട്രിൻസിക് ആയിരിക്കും. അല്ലേ? എനിക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയാം. യെസ് മാം, ശരിയാണ്. ശരിയാണ് അല്ലെ? അപ്പൊ ഇവിടെ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ഇൻ സ്റ്റുഡൻസ് എന്നുള്ള ഒരു ഏരിയ പറയുന്നുണ്ട്. ഒരു എന്താ പറയാ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ കുട്ടികളിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ക്യൂരിയോസിറ്റി ഡ്രൈവൺ ലേണിംഗ്. സ്റ്റുഡൻസ് നേച്ചുറലി എക്സ്പ്ലോർ ടോപ്പിക്സ് ദാറ്റ് സ്പാർക്ക് ദയർ ഇൻട്രസ്റ്റ്, ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ആൻഡ് സീയിങ് ആൻസേഴ്സ് ഇൻഡിപെൻഡന്റ്ലി വിത്തൗട്ട് എ എക്സ്റ്റേണൽ പ്രഷർ. എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ ചില ഏരിയകളിൽ ചില പ്രത്യേക സബ്ജക്റ്റുകളൊക്കെ ഇഷ്ടമുണ്ടാവും. ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ്, ക്യൂരിയോസിറ്റി, അതൊക്കെയാണ് അവരെ ലേൺ ചെയ്യാൻ, അതായത് ഇൻട്രിൻസിക് മോട്ടിവേഷന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാട്ടോ പറയുന്നത്. അതുപോലെ പേഴ്സണൽ വാല്യൂസ് ആൻഡ് എൻജോയ്മെന്റ്, അതായത് അവരത് ലേൺ ചെയ്യുമ്പോൾ, ഇപ്പോൾ അത്യാവശ്യം എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് കരുതാം, എഡിറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടീനെ നമ്മൾ ആ കുട്ടിയുടെ ഇഷ്ടത്തോടു കൂടി തന്നെ എഡിറ്റിംഗ് കോഴ്സിലേക്ക് ചേർത്തി. തീർച്ചയായിട്ടും അവിടെ ആ കുട്ടി നന്നായിട്ട് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാനും, അല്ലെങ്കിൽ ഓരോ സംഭവവും പഠിപ്പിച്ചു കൊടുത്തത് അപ്പൊ തന്നെ അപ്ലൈ ചെയ്യാൻ നോക്കും. കാരണം എന്താന്ന് വെച്ചാൽ ഒരു എൻജോയ്മെന്റ് അവർക്ക് അതിനുള്ളിലുണ്ട്, കാരണം അവർക്ക് ഇഷ്ടപ്പെട്ട ഏരിയയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഈ പേഴ്സണൽ വാല്യൂസ് ആൻഡ് എൻജോയ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഡീപ്പർ ലാസ്റ്റിംഗ് എൻഗേജ്മെന്റ്. ഇൻട്രിൻസിക് ആവുമ്പോ തന്നെ അവിടെ ഇഷ്ടം, ഇൻട്രസ്റ്റ്, അവരുടെ ലൈക്ക്, അവരുടെ അത്യാവശ്യം, അവരുടെ നീഡ്, അവരുടെ എൻജോയ്മെന്റ്, അവരുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന്, ഈ സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെ ഡീപ്പർ ആയിരിക്കും, ലാസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങളെ ചില സ്റ്റുഡൻസിൽ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകൾ, ചില സബ്ജക്റ്റുകൾ ഭയങ്കര ഫ്ലോപ്പ് ആയിരിക്കും, എന്നാൽ ചില ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ അവർക്ക് നല്ല നോളജും നല്ല ഐഡിയയും കൂടുതൽ പറയാനും അറിയും. കാരണം എന്താ, ആ ഇഷ്ടം അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റ് അത് അതിന്റെ ഡെപ്തിലേക്ക് കൊണ്ടുപോകും. ഈ ഇഷ്ടം ഉണ്ടായാലേ അതിന്റെ മോട്ടിവേഷൻ കൂടുള്ളൂ. ഉള്ളിൽ നിന്നുള്ള മോട്ടിവേഷൻ ആണ് ഈ ഇഷ്ടം എന്നൊക്കെ പറയുന്നത്. ഒരു സാധനത്തിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ ഒരാളോടുള്ള ഇഷ്ടം, ഇതൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഒരു ബോസിനെ നന്നായിട്ട് ഇഷ്ടപ്പെടുകയാണെന്ന് കരുതുക. ഇഷ്ടപ്പെടുക എന്ന് ഉദ്ദേശിച്ചത് മേ ബി രണ്ട് തരത്തിലുണ്ടാവും. ഒന്ന് എന്ന് പറയുന്നത് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട്, നിങ്ങളെ ഈ ഓഫീസിൽ നല്ലോണം എൻകറേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഇഷ്ടം ഉണ്ടാവും. മറ്റൊന്ന് എന്ന് പറയുന്ന ഒരു എക്സ്ട്രിൻസിക് മോട്ടിവേഷന്റെ പുറത്ത്, അതായത് ഇയാളോട് ഇങ്ങനെ റെസ്പെക്ട് ചെയ്ത് ഇങ്ങനെ മയത്തിൽ നിന്നിട്ടില്ലെങ്കിൽ ഇതെനിക്ക് പണി കിട്ടും, എനിക്ക് ഇൻക്രിമെന്റ് കിട്ടൂല, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഇൻസെന്റീവ് കിട്ടൂല, അല്ലെങ്കിൽ ഇയാൾ ഫയർ ചെയ്യും, ഇയാൾ എക്സ്ട്രാ വർക്ക് തരും. ഇങ്ങനെ എല്ലാം രണ്ട് തരത്തിൽ വർക്ക് ചെയ്യും. ഇൻട്രിൻസിക് ആയിട്ടും വർക്ക് ചെയ്യും, എക്സ്ട്രിൻസിക് ആയിട്ട് വർക്ക് ചെയ്യും. എപ്പോഴും ഇൻട്രിൻസിക് ആയി വർക്ക് ചെയ്താലേ അതിന്റെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു ഇൻട്രിൻസിക് മോട്ടിവേഷൻ സ്റ്റുഡൻസിലുള്ള കാര്യമാണ് പറയുന്നത്. ക്ലിയർ ആണോ? ഐഷത്ത് എന്തേലും പറഞ്ഞോ? ചോദിച്ചോ? നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, കേട്ടില്ല.
ഇല്ല, ക്ലിയർ ആണ്, ക്ലിയർ ആണ്, ക്ലിയർ ആ ആണ്. ഓക്കെ ഓക്കെ. ഇനി എക്സ്ട്രിൻസിക് അല്ല, ഈ മോട്ടിവേഷൻ ഇൻ താല്പര്യം സ്റ്റുഡൻസ്. എന്നല്ലേ എല്ലാത്തിലേക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രധാന അതെ, ഇഷ്ടം, ഉം. ഇൻട്രസ്റ്റ്. അല്ല, ഈ ഇൻട്രസ്റ്റ് ആണല്ലോ നമ്മ ഇപ്പൊ സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണല്ലോ നമ്മ പഠിക്കുന്നത്. അതെ അതെ. ഉം, പിന്നെ ഉം. നീഡും ഇൻട്രിൻസിക് ആക്കും കേട്ടോ. അതായത് ഇത് കിട്ടിയേ മതിയാവുള്ളൂ, എനിക്ക് വേറൊരു വഴിയില്ല. ചില നല്ല പ്രയാസമുള്ള വീടുകളിലെ കുട്ടികളൊക്കെ ചിലപ്പോൾ ചിന്തിക്കും, എനിക്കൊരു ജോലി നന്നായി പഠിച്ച് ജോലി ഉണ്ടായാലേ എന്റെ ഫാമിലി രക്ഷപ്പെടുള്ളൂ. ആ ഒരു നീഡ് ഉണ്ടല്ലോ, അത്യാവശ്യം. ഈ സാധനം ഇൻട്രിൻസിക് ആയി വർക്ക് ചെയ്യും. അപ്പൊ ഇനി എക്സ്ട്രിൻസിക് ആണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ തന്നെയാണ്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ കം ഫ്രം ഔട്ട്സൈഡിൽ നിന്ന് വരുന്നതാണ്. ഗ്രേഡ് ആവാം, പ്രൈസ് ആവാം, സർട്ടിഫിക്കറ്റ് ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് കോൺസിക്വൻസ് പേടിച്ചിട്ടാവാം. അതിന്റെ പണിഷ്മെന്റ് ടീച്ചേഴ്സ് അടിക്കുകയോ അല്ലെങ്കിൽ ആളുകളുടെ അടുത്ത് പോയ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറയോ, ഇങ്ങനെയുള്ള കുറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു മോട്ടിവേഷൻ ആണ് എക്സ്ട്രിൻസിക്. ഇത് കുട്ടികളിലാണെങ്കിൽ പൊതുവെ എന്താവും എന്ന് വെച്ചാൽ, കോമൺ എക്സ്റ്റേണൽ റിവാർഡ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ ഗോൾഡ് സ്റ്റാർസ്, റെക്കഗ്നീഷൻ കൊടുക്കുക, സ്കോളർഷിപ്പ് കൊടുക്കുക, വെർബൽ പ്രൈസ്, ടീച്ചേഴ്സ് പാരന്റ്സിന്റെ അടുത്ത് നിന്ന്. അതുപോലെ സ്റ്റഡിയിങ് ടു പ്രിവെന്റ് ഫെയിലിംഗ് ഗ്രേഡ്സ്, സ്കൂൾ തോൽക്കാതിരിക്കാന് അല്ലെങ്കിൽ പ്രിവിലേജ് നഷ്ടപ്പെടാതിരിക്കാന്, അതോറിറ്റിയിലെ ഫിഗർ, ഇങ്ങനെ കുറച്ച് കുറച്ച് സെറ്റ് ചെയ്ത സാധനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ ഉണ്ടാവും. ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ പലപ്പോഴും ആ ഒരു കുറഞ്ഞ ഡ്യൂറേഷനിലാവും. ആ എക്സാം കഴിഞ്ഞാൽ തീർന്ന്, അല്ലെങ്കിൽ ഈ ഒരു ടാസ്ക് കഴിഞ്ഞാൽ കഴിഞ്ഞ്, അല്ലാതെ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാവില്ല. അതായത് ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അത് നിലനിൽക്കൂല. പറഞ്ഞ കാര്യം തന്നെയാണ്. ഓക്കെ, ഇനി എന്തൊക്കെ നമുക്ക് മോട്ടിവേഷൻ കൂട്ടാൻ ചെയ്യാം? നിങ്ങളെ കുട്ടികളിലൊക്കെ പലതും ട്രൈ ചെയ്ത് ഫെയിൽ ആയിട്ടുണ്ടാവും. എന്നാലും നിങ്ങൾ എന്തൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി ചെയ്യും? ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കൊടുക്കാം പിള്ളേരെ. ക്യൂരിയോസിറ്റി ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, പിന്നെയാ ഓരോരുത്തരുണ്ടാവില്ല ജീവിതത്തിൽ വിജയിച്ച ആൾക്കാരെല്ലാം, ചില കഥകളെല്ലാം പറഞ്ഞു കൊടുക്കാം. ഇൻസ്പയറിംഗ് ആക്കി കുറച്ച് സ്റ്റോറീസ് ഒക്കെ പറഞ്ഞ് അവർക്ക് ഒരു റോൾ മോഡൽ അല്ലെങ്കിൽ ഇൻസ്പയറിംഗ് സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, പിന്നെന്തൊക്കെയാ വേറെ ഉള്ളവരൊക്കെ എന്താ മിണ്ടാത്തെ? വളരെ സിമ്പിൾ ടോപ്പിക് ആട്ടോ, ഇത്രയേ ഉള്ളൂ നമുക്ക്. ഇൻട്രിൻസിക് എക്സ്ട്രിൻസിക് വേറെന്തൊക്കെ കൊടുക്കും? ഹലോ, ബാക്കിയുള്ളവരൊക്കെ എവിടെ? തൗഫീക്കെ, മോട്ടിവേഷൻ കൂട്ടാൻ അല്ലെങ്കിൽ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും? എവിടെ മക്കളെ? ഞാൻ നെറ്റ്വർക്ക് ഇല്ലേ? അത് നിങ്ങള് മിണ്ടാതിരിക്ക. കേൾക്കുന്നുണ്ട് മാം. കേൾക്കുന്നുണ്ട്. ഫർസാന, ഞാൻ വണ്ടിമ കയറിയിട്ടുണ്ടോ? ആ 5 ഓക്കെ 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 ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഫർസാന, ഐഡിയ ഇല്ല മിസ്. പലതും ട്രൈ ചെയ്തു, ഒന്നും സക്സസ് ആയില്ല. പിന്നെ എത്രയിലാ കുട്ടികൾ പഠിക്കുന്നത്? 3ല മൂത്തയാള്. ഈ മൂത്ത ആളാ എന്നിട്ട് ഇടങ്ങേറാക്കണത്? അതെ അതെ. വർക്കാവാത്തത്? ചെറിയ ആള് കുഴപ്പമില്ല, കുറച്ചൊന്ന് പൊക്കി വെച്ചുകൊടുത്താൽ ആള് ചെയ്തോളൂ. മൂത്തേനെ എന്താ വല്ലാതെ പാമ്പർ ചെയ്താ ചെറുപ്പത്തില്? മൊത്തം ഒരു പാമ്പർ ബോയ് ആണ്. മൂത്തത് ഒരു പരീക്ഷണ വസ്തു അല്ലേ? എല്ലാം നല്ല കംഫർട്ട് ആക്കി കുട്ടിനെ വളർത്തിയിട്ട് കുട്ടി കുറച്ച് വലുതായിട്ട് വർക്കാവണില്ല എന്ന് പറയരുത്. ചെറുപ്പത്തിലെ കുറച്ച് അൺകംഫർട്ടബിൾ ഒക്കെ കൊടുക്കണം. പിന്നെ എന്തൊക്കെയാ ചെയ്യാ ഫൈറൂസേ? ആഹാ, നമ്മുടെ മെയിൻ താരം എത്തിയല്ലോ, സ്റ്റാർ. നമ്മളെ കുറച്ച് അനുഭവ സമ്പത്തുള്ള ആളോട് ചോദിക്കാം. ഇമ്പിച്ചിബി എന്തൊക്കെ ചെയ്യും മോട്ടിവേറ്റ് ആക്കാൻ?
ചെയ്യാന്ന് വെച്ചാല് ചെറുതാകുമ്പോ മൂത്ത ആള് ഇപ്പൊ ഡോക്ടർ ആയിട്ടുണ്ടല്ലോ. അപ്പൊ മൂത്ത ആൾ അവന് പഠിക്കുമ്പോഴേ പിന്നെ എന്താണ് ജനലിലൊക്കെ ഓരോന്നൊക്കെ ഓരോ പരീക്ഷണങ്ങളും സംഗതികളും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പൊ അതിനിങ്ങനെ അത് പറഞ്ഞു കൊടുക്കും. ഇത് ബെറ്റർ ആയിട്ടുണ്ട് ട്ടാ, ഇങ്ങനെ ചെയ്യാ ആയിട്ടുള്ള അങ്ങനെ ഇങ്ങനെ ആള് ആ ഗോള് തന്നെ സെറ്റ് ആക്കി. ഇപ്പൊ അൽഹംദുലില്ലാ PG മെഡിക്കല് ഓക്കെ ആയിട്ടുണ്ട് ആള്. അപ്പൊ നല്ലൊരു എൻകറേജ്മെന്റ്, അതായത് സപ്പോർട്ട് കൊടുക്കൂലേ, നല്ലൊരു എൻവിറോൺമെന്റ് ഉണ്ടാക്കി കൊടുക്കും കുട്ടിക്ക്. എന്ത് ചെയ്യുമ്പോഴും അത് ഓക്കെ ആണ് എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊടുക്കും. ഓക്കെ. കുട്ടിക്ക് ഓരോ കുട്ടിക്ക് എന്തിലാണ് സ്കില്ല് എന്ന് അറിയണല്ലോ. അപ്പൊ ഇഷ്ടമല്ലാത്ത കാര്യത്തിൽ ഇങ്ങനെ നമ്മൊരു പ്രോത്സാഹനം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. കുട്ടിക്ക് അതെ അതെ. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ. കുട്ടിക്ക് പഠിക്കുക എന്നുള്ളത് ഒരുവിധം കുട്ടികൾക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അല്ല, ഇപ്പൊ നൂറ് മാത്സ് കുട്ടികൾക്ക് വലിയ കീറാമുട്ടിയായിട്ട് തോന്നുന്ന പിള്ളേരോട് നമ്മ അതിനോട് അതെ എന്ത് അതെ പറഞ്ഞു കൊടുത്താലും കാര്യം അതെ. ആ ഫീൽഡിലേക്ക് തന്നെ അവളവര് പോകുന്ന പുഷ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതെ അതെ, അത് കറക്റ്റാ. അവർക്ക് കഴിയുന്ന ഒരു ഏരിയയിലേക്ക് സപ്പോർട്ട് കൊടുക്കുക. അതായത് അവരുടെ സ്ട്രെങ്തിനെ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, വീക്ക്നെസ്സിനെ എൻകറേജ് ചെയ്ത് കൊടുക്കുക. അതാണ് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട്. ഒന്നും ഏൽക്കാത്തത് പഠിക്കുന്ന കാര്യം. പഠിക്കുന്ന കാര്യത്തില് അത് ഐ തിങ്ക് ഫർസാനയ്ക്കാ കൺസൾട്ടേഷൻ വേണ്ടതെന്ന് ഫീൽ ചെയ്യുന്നത്. മേ ബി ഇങ്ങനെ തോന്നുക, വെറുതെ തോന്നിയതാണാവോ, നമുക്ക് നോക്കാം. നമുക്ക് അതിനെ കുറിച്ചൊന്ന് സംസാരിക്കണം. ശൈലി വിരോധാഭാസം. രണ്ടാമത്തെ ആള് BBA കോഴ്സ് ഫിനിഷ് ചെയ്തു. പക്ഷെ ഇഷ്ടം മീഡിയാണ്. അതിന്റെ ലെവലിലേക്ക് ആണ് ആള് പോയത്. അത് ചിലപ്പോ ചില കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് അത് എന്റെ ഏരിയ അല്ല എന്ന് മനസ്സിലാക്കും. ഞാനൊക്കെ BA ഇംഗ്ലീഷ്, MA ഇംഗ്ലീഷ്, BA ഇംഗ്ലീഷ് എടുത്തുകൊണ്ട് MA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ BA ഇംഗ്ലീഷ് എടുത്തപ്പോ തന്നെ ഞാൻ മനസ്സിലാക്കി എന്നെ കൊണ്ട് പറ്റാത്ത ഏരിയയാണ്. 3 വർഷം കഴിഞ്ഞിട്ടാണ് BSc സൈക്കോളജിക്ക് പോയത്. അത് ഓരോരുത്തർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാവുമല്ലോ. അതാണ്. ഓക്കെ. പിന്നെ എന്തൊക്കെയാ ചെയ്യാ? നമ്മൾ എന്താന്ന് വെച്ചാല് പൊതുവെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്, മോട്ടിവേറ്റ് ചെയ്യാന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും പല കാര്യത്തിലും ഒരു മാൽ അഡാപ്റ്റീവ് ബിഹേവിയർ, ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്താലേ നമ്മൾ ചിന്തിക്കുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും മീഡിയനെയും ന്യൂസ് പേപ്പറിനെയും TVക്കാരൊക്കെ ചീത്ത പറയുന്നാരി പ്രശ്നം ഉണ്ടായിട്ടേ നമ്മൾ ചിന്തിക്കണുള്ളൂ. പ്രശ്നം ഉണ്ടാവണ വരെ നമ്മൾ പലപ്പോഴും ഇറ്റ്സ് ഓക്കെ, കുഴപ്പമില്ലാത്ത ഒരു പോക്കാണല്ലോ എന്ന് കരുതും. പക്ഷെ പുറത്തേക്ക് ആ പ്രോബ്ലം കാണിച്ചു തുടങ്ങിയിട്ടാണ് പിന്നീട് നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാനും ചിന്തിക്കാനും അതിനെ കുറിച്ച് പഠിക്കാനും ഒക്കെ പോണത്. അതായത് നമ്മുടെ മക്കളായാലും ക്ലയന്റ് ആയാലും പുറത്തേക്ക് ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്നാ ഇത്, എപ്പോഴാ ഉണ്ടായത് എന്നൊക്കെ അപ്പോഴാണ് ഇത് ചിന്തിക്കുക. പക്ഷെ റെഗുലർ ആയിട്ട് നമ്മുടെ പാരന്റിങ്ങിലായാലും, ടീച്ചേഴ്സ് ആവുമ്പോൾ നിങ്ങൾ റെമഡിയൽ ട്രെയിനർ ആവുമ്പോൾ വേറെ രൂപത്തില്, പാരന്റിങ്ങിലാവുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ കുഞ്ഞ് വളർന്നു വരുമ്പോ തന്നെ നന്നായിട്ട് നല്ല ഒരു സപ്പോർട്ടിങ് എൻവിറോൺമെന്റ് അവർക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഈ സപ്പോർട്ടിങ് എൻവിറോൺമെന്റ് ഞാൻ നിങ്ങളുടെ ക്ലാസ് റൂമിലെ കാര്യമല്ല പറയുന്നത്, ഒരു പാരന്റിങ്ങിലുള്ള ഒരു മോട്ടിവേഷനാ പറയുന്നത്. സപ്പോർട്ടിങ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ഓവർ പാമ്പേർഡും അല്ല, ഓവർ നെഗ്ലക്ട്ഫുള്ളും അല്ല. ഭയങ്കര ലാളിച്ച് കുട്ടികളെ അങ്ങനെ കംഫർട്ടാക്കി മറ്റുള്ളവർ വർത്താനം പറയുന്നതെന്നും അല്ലെങ്കിൽ മമ്മ പറയുന്നു, ഉപ്പ പറയുന്നതും നാട്ടുകാർ പറയുന്നതൊക്കെ ഇങ്ങനെ സേഫ് ആയിട്ട് പ്രൊട്ടക്ട് ചെയ്ത് ക്യാപ്സൂളിൽ കൊണ്ട് നടക്കുകയും ചെയ്യരുത്. എന്നാൽ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. അത് സാറില്ല, മൈൻഡ് ആക്കരുത്. ചില പാരന്റ്സ് ചില കേസ് വരുമ്പോ പറയാറുണ്ട്, കുട്ടികൾ പറയും എന്ത് പറഞ്ഞാലും പറയാം അത് സാരില്ല, ഈ ക്ഷമിച്ചളാ, ഈ സാരില്ല, അത് മിണ്ടാതെന്നളാ, അത് ഇതാക്ക. അതും കുട്ടികൾ അംഗീകരിക്കുന്നില്ല. കംപ്ലീറ്റ് കുട്ടികളെ നെഗ്ലക്ട് ചെയ്യുകയും ചെയ്യരുത്. പക്ഷെ അവിടെ ഉള്ളത് എന്ന് പറയുന്നത് കുറച്ച് ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുക എന്നുള്ളത്. അവർക്ക് വേണ്ടത് കൊടുക്കണം, വേണ്ടത് വേണ്ടപ്പോ കൊടുക്കരുത്, ഡിലേ ആയിട്ട് കൊടുക്കണം. വേണ്ടത് കൊടുക്കണം എന്ന് ഉദ്ദേശിച്ച് ഞാനിപ്പോ 1 വയസ്സായ കുട്ടി അല്ലെങ്കിൽ 0 to 1 year വരെയുള്ള കുട്ടിക്ക് വേണ്ടത് ഡിലേ ആക്കരുത്. ആ കുട്ടിക്ക് പാല് വേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. അതല്ലാതെ ഒരു 5 years 4 to അടുത്ത ഏജിലെത്തുമ്പോൾ പല കാര്യങ്ങളും അനാവശ്യ സാധനങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോൾ അവർക്കത് ആവശ്യമുള്ളതാണെങ്കിൽ പോലും ആ സ്പോട്ടിൽ എന്നുള്ളതിനേക്കാളും ഡിലേ, ഇച്ചിരി ഒരു ഡിലേ, ഒരു ഇത്തിരി ടൈം, ഒരു വെയിറ്റ്. നമ്മൾ പറയില്ല, ഒരു വർത്തമാനം പറയുമ്പോൾ അപ്പൊ തന്നെ റിപ്ലൈ എടുക്കുന്നതിന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു സാധനം ചോദിക്കുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിക്കാം. ചിലപ്പോൾ ഇന്ന് കൊടുക്കാൻ പറ്റുന്ന സാധനമാണെങ്കിലും വൈകുന്നേരത്തേക്ക് ആക്കുക, അല്ലെങ്കിൽ നാളത്തേക്ക് ആക്കുക, അല്ലെങ്കിൽ 1 week ആക്കുക.
ഇതൊക്കെ സപ്പോർട്ടിങ് എൻവിറോൺമെന്റ് പറഞ്ഞാൽ നമുക്ക് അവർ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ നമ്മൾ നമ്മുടെ കുട്ടികളെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ എന്താ, കുറച്ച് കുറച്ചൊരു സമയം അവരുടെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുള്ള ടൈം നമ്മൾ കൊടുക്കുന്നുണ്ട്. അല്ലെ? വെയിറ്റിംഗ്, പേഷ്യൻസ്, ഈ സാധനങ്ങൾ നമ്മൾ എങ്ങനെ ഒരു കുട്ടിയിൽ ഒരു ക്ലയന്റ് വന്ന് അപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചാല് അവരുടെ റുട്ടീനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഈ സേവിങ് ബോക്സ് ആയിക്കോട്ടെ, എന്തെങ്കിലും ആവശ്യപ്പെടുന്നു, എപ്പോഴും ടാൻഡ്രംസ് കാണിക്കുകയാണ്, ഏത് സമയം എന്ത് കിട്ടിയാലും ഇപ്പൊ വേണം എന്നുള്ളതാണ്, അതും കരുതിയ പിന്നെ നടക്കൂല എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ആ കുട്ടീനെ പാരന്റിനോട് പറയുന്നതിനേക്കാൾ ആ കുട്ടീനോട് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സേവിങ് ബോക്സ് വാങ്ങിച്ചിട്ട് ആ സേവിങ് ബോക്സിലേക്ക് കുറെ ഇത് ഡെയിലിയോ അല്ലെങ്കിൽ ഉമ്മയോ ഇപ്പൊ എന്നാ പൈസ തരുന്നത് ആ പൈസകൾ കുറച്ച് കുറച്ചിട്ടിട്ട് അത് കംപ്ലീറ്റ് ആവുന്നത് വരെ, അത് എന്നാണോ കംപ്ലീറ്റ് ആവുന്നത് അല്ലെങ്കിൽ എത്ര ആവശ്യത്തിനാണോ ഏത് രൂപക്കുള്ള സാധനമാണോ വാങ്ങേണ്ടത്, പകുതി ആവേണ്ടത് കിട്ടുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വാങ്ങിപ്പിക്കുമ്പോൾ പിന്നെയും ആ കുട്ടിയുടെ ബിഹേവിയറിൽ നമ്മൾ പോലും അറിയാതെ ഒരു ചെറിയ സേവിങ് ബോക്സിൽ ഉണ്ടാവുന്ന റിസൾട്ട് എന്താന്ന് വെച്ചാൽ പേഷ്യൻസ് ഉണ്ടാവുന്നത്, വാല്യൂ ഉണ്ടാവുന്നത്, എന്റേതാന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുന്നത്, ഞാൻ ഒരു കൂട്ടി ഞാൻ വാങ്ങിച്ച സാധനം. പക്ഷെ പലപ്പോഴും ഇത് നമുക്ക് ചില കേസിലൊന്നും നമ്മൾ ചെയ്യണില്ല എന്നുള്ളതാട്ടോ റിയാലിറ്റി. കുറെ ചിന്തിച്ചിട്ട് 15 വയസ്സായിട്ടൊന്നും ഓരോട് സേവിങ് ശീലങ്ങളൊന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിലേ ചോദിച്ചോ എന്തെങ്കിലും? ഇല്ലല്ലോ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ? ഇല്ലാന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോ എന്താ പറയാ, ഒരു പാരന്റിങ് സ്റ്റൈലിലാണെങ്കിൽ അങ്ങനെ നല്ലൊരു എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ചെറിയ കാലത്തിലൊക്കെ ഇപ്പൊ MBGB പറഞ്ഞൊരു ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമ്മളെ കുട്ടികൾ പഠിക്കുന്ന സമയത്ത് വരച്ചിട്ടും എഴുതിയിട്ടും അല്ലെങ്കിൽ പുതിയ പുതിയ ക്രയവിക്രയങ്ങളൊക്കെ ജനലിലും ഇതിലൊക്കെ ചെയ്യും. ആ സമയത്ത് അത് ഷൗട്ട് ചെയ്ത ആ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, ഒരു ത്വര, ആ ത്വരേനെ നമ്മൾ അവിടെ കെടുത്തിക്കളയും. പക്ഷെ ആ ത്വര പിന്നീട് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാന്നു, പുറത്ത് എല്ലാവരും ഭയങ്കര ആക്റ്റീവ് ആവുമ്പോൾ എന്റെ കുട്ടി അത് ചെയ്യണമല്ലോ, പക്ഷെ ചെറുപ്പത്തിൽ പലപ്പോഴും നമ്മൾ കെടുത്തി കളഞ്ഞ സാധനമായിരിക്കും അത്. അപ്പൊ അതിന് നല്ല രീതിയിൽ എൻകറേജ് ചെയ്യുക. അത് എഴുതിയിട്ട് കുട്ടി ചുമരുമ്പോ വരയ്ക്കുമ്പോൾ വരച്ചോ എന്ന് പറയണം എന്നല്ല ഞാൻ പറയുന്നത്. കുട്ടി ചുമരുമ്പോ വരയ്ക്കുമ്പോൾ നമ്മൾ എപ്പോഴും സിനിമയിലും ഇതിലൊക്കെ കാണുന്ന ഒരു നല്ലൊരു ബുക്കും കളറും വാങ്ങിച്ചു കൊടുക്കുക, അതിൽ വരച്ചൊക്കെ നല്ല ഭംഗി ഉണ്ടാവും. അവിടെ ഷൗട്ട് ചെയ്യാതെ നോ പറയാതെ ഇതിലേക്കൊന്ന് ഡൈവേർട്ട് ചെയ്ത് നോക്കുക. അങ്ങനെയാണ് ഒരു പാരന്റിങ്ങിൽ നമ്മൾ ഒരു സപ്പോർട്ടിങ് എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. ഇനി സ്കൂളിൽ എങ്ങനെയാണ്, ഒരു സ്കൂൾ ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു റെമഡിയൽ ട്രെയിനർ ആവുമ്പോൾ എങ്ങനെയാണ് ഒരു സപ്പോർട്ടിങ് എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മുടെ കുട്ടികളുമായിട്ട് ക്രിയേറ്റ് ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. ഇതൊരു നോർമൽ റെമഡിയൽ ട്രെയിനറുടെ അല്ല കേട്ടോ, മൊത്തമായിട്ടുള്ള ക്ലാസ് റൂമിന്റെ കാര്യം പറയുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് സേഫാന്നുള്ള ഒരു ഫീലിംഗ് വരണം, വാല്യൂഡ് ആയിട്ടും കണക്റ്റഡ് ആയിട്ടും തോന്നണം. ഇത് തോന്നണമെങ്കിൽ മറ്റുള്ളവര് കുട്ടീനെ അപ്രോച്ച് ചെയ്യുന്ന പോലെ അല്ലാതെ നിങ്ങൾ റെമഡിയൽ ട്രെയിനേഴ്സ് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് അപ്രോച്ച് ചെയ്യണം. നിങ്ങളോട് ഇങ്ങനെ തുറന്നു പറയാനും നിങ്ങൾ പറഞ്ഞതൊക്കെ കേൾക്കാനും, ഇപ്പൊ പാരന്റ്സോ വേറൊരാളോ പറയുന്നത് നിങ്ങൾ വഴി പറഞ്ഞാൽ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനും അത് ഫുൾ അനുസരിക്കാനും ഒക്കെ റീസൺ എന്താന്ന് വെച്ചാൽ എല്ലാരിന്നും വ്യത്യസ്തമായിട്ട് ആ വ്യക്തിനെ, ആ കുട്ടീനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. കണക്റ്റഡ് ആയിട്ട് കുട്ടിക്ക് ഫീൽ ചെയ്യണം, ഒരു നല്ല റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തിരിക്കണം. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ എപ്പോഴും കൊളാബറേഷനിലൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്. ഈ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണോ, നമ്മളൊരു സാധനം പറഞ്ഞാൽ അത് ഒരു ചെയ്യണം എന്നല്ല, നമ്മളും അവരും കൂടെ പറഞ്ഞ ഒരു സാധനം ഇംപ്ലിമെന്റ് ചെയ്യാൻ ട്രൈ ആക്കണം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ പലപ്പോഴും സ്റ്റുഡൻസില് ക്ലയൻസ് വന്നു കഴിഞ്ഞാൽ റുട്ടീന് പ്ലാൻ ചെയ്യുമ്പോൾ പാരന്റ്സിനെ പുറത്തിരുത്തിയിട്ട് കുട്ടീനെ അടുത്തിരുത്തിയിട്ടാണ് ആ റുട്ടീൻ പ്ലാൻ ചെയ്യുക. ആ കുട്ടീനെ അടുത്തിരുത്തിയിട്ട് ആ വർക്ക്ഷീറ്റ് ഇതാക്കിയിട്ട് രാവിലെ എപ്പോഴാണ് എണീക്കാൻ പറ്റുക, അപ്പൊ കുട്ടി പറയും, നമ്മളോട് ഇതിലുള്ള മോട്ടിവേഷനിൽ പറയും നാളെ മുതൽ ഞാൻ 5:30 എന്ന് പറയും. അപ്പൊ ഞാൻ 5:30 പറയൂല. വലിയ കുട്ടികളൊക്കെ, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ വേണ്ട 6 മണിക്ക് എണീറ്റാൽ മതി. അല്ലെങ്കിൽ ആ കുട്ടി പറഞ്ഞെങ്കിൽ ആ കുട്ടിക്ക് തോന്നും ഓക്കെ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് ആക്കിയിട്ടില്ല അങ്ങോട്ടും ആക്കിയിട്ടില്ല. ഇതാണ് ഈ കൊളാബറേഷൻ എന്ന് പറയുന്നത്. അതായത് അവരുടെ പെർമിഷനോട് കൂടി അവരെ കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. പക്ഷെ ചില തലതെറിച്ചോര് പറയും ഞാൻ 10 മണിക്കേ എണീക്കുള്ളൂ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നാവും നിങ്ങളെ ഡൗട്ട് കേട്ടോ. അത് നമ്മൾ മാറ്റാനും, അതൊക്കെ നമ്മളൊരു സോപ്പിട്ട്, അതാണ് ഈ റാപ്പോ പറഞ്ഞ സാധനം, അതിൽ പിടിച്ച് നിങ്ങൾ എന്തെങ്കിലും ഒരു വീക്ക് പോയിന്റ്, ഒരാൾക്ക് ഒരു വീക്ക്നെസ് ഇല്ലാതിരിക്കൂലല്ലോ, ആ പോയിന്റിൽ പിടിച്ചു പറ്റാനുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. എന്നിട്ട് ഈ കൊളാബറേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടീനോട് ക്ലയൻസുമായിട്ട് തീർച്ചയായിട്ടും
ഇത് ചെയ്യണം കേട്ടോ. പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന മറ്റൊരു ഡയലോഗാണ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ വീട്ടിലെ ഇതെന്നൊക്കെയുള്ള പ്രശ്നത്തില് നമ്മളെ ക്ലയന്റാന്ന് കരുതാന്. നമ്മൾ ക്ലയന്റിനെ ഡീൽ ചെയ്യുന്ന പോലെ വരെ ഡീൽ ചെയ്താൽ ഒരു വിധമൊക്കെ വർക്ക് ആവാറുണ്ട്. പക്ഷെ നമുക്ക് ക്ലയന്റിനേക്കാൾ ഇമോഷൻസ് വരും. ആങ്കർ ആവാം, സ്നേഹമാവാം, ദേഷ്യമാവാം, അതൊക്കെ കൂടുതൽ വരുന്നതുകൊണ്ടാണ് പലപ്പോഴും നമ്മളെ വീട്ടിൽ ഈ സാധനം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ ആ ബൗണ്ടറി വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ക്ലയന്റ് ഇപ്പൊ ഇങ്ങനെ പ്രതികരിച്ചാലും ഇങ്ങനെയല്ലേ ചെയ്യുള്ളൂ എന്നുള്ള രൂപത്തിൽ നിന്നാൽ ചിലവർക്കൊക്കെ ശരിയാവും, ചിലവർക്കൊക്കെ ശരിയാവില്ല എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ശരിയാവാനാണ് സാധ്യത. അപ്പൊ ഞാൻ ഈ സപ്പോർട്ടീവ് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എപ്പോഴും കൊളാബറേഷനിലൂടെ നല്ല റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഏതൊരു ഷോർട്ട് ടേം ഗോളും അവർക്കൊരു മോട്ടിവേഷൻ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അവരുടെ പെർമിഷനോടുകൂടി അവരോട് ഡീൽ ചെയ്തിട്ട് അവരെ ഒപ്പീനിയൻ നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന മാതിരി അല്ലെങ്കിൽ അവരുടെ സജഷൻസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുന്ന പോലെ നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. ഈ പോയിന്റിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരൊറ്റ പോയിന്റില് സപ്പോർട്ടീവ് എൻവയോൺമെന്റ് എന്നുള്ള കാര്യത്തിൽ സ്കൂൾ റിലേറ്റഡോ ഹോം റിലേറ്റഡോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലേ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ. ഇത് ക്ലിയർ ആണെന്നാ ഞാൻ ആരും മിണ്ടാതിരിക്കുമ്പോ മനസ്സിലാക്കണ്ടേ. ഓക്കെ മേഡം. ആ ഒരു ഓക്കേൽ എന്തോ ഒരു കൺഫർമേഷൻ ഇല്ലാത്ത ഓക്കെ ആണല്ലോ. ആ ഓക്കെ മാഡം. ഒന്നുകൂടെ ഒക്കെ വായിച്ചു നോക്കുമ്പോ ഒന്നും കൂടെ ഒക്കെ ഡൗട്ട് എന്നുള്ള രൂപത്തിലാ. ഇല്ല. ആ ഓക്കെ. ഇനി ഞാൻ യൂസ് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത് എന്താണോ ഇപ്പൊ നമ്മുടെ കാര്യത്തിൽ നമുക്ക് എടുക്കാം. ഒരു റെമഡിയൽ ട്രെയിനർ എന്ന് പറയുമ്പോൾ എല്ലാ ടീച്ചറും പഠിപ്പിക്കുന്ന പോലെ നമ്മൾ പഠിപ്പിക്കരുത്. നമ്മൾ ഏറ്റവും കൂടുതൽ അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരു വെറൈറ്റി ആണ് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് ഷാഫ് സാറ് ലേണിംഗ് സ്റ്റൈൽ പഠിപ്പിച്ചു തന്നിട്ടില്ലല്ലോ? ഇല്ല. നമ്മള് ഇല്ലല്ല. നമ്മള് പറഞ്ഞു തന്നിട്ടുണ്ടോ ലേണിംഗ് സ്റ്റൈൽ ഇൻവെന്ററി? അങ്ങനെ അല്ലേ? ചെയ്തിട്ടുണ്ടോ നിങ്ങളത്? ക്വസ്റ്റ്യനെയർ വെച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല അങ്ങനെ ചെയ്തില്ല. ഓക്കെ. നമ്മളൊരു സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുമ്പ്, നമ്മളിപ്പോ ഈ ജാനുവരിയിലുള്ള ഏതെങ്കിലും ഒരു വീക്കിലൊക്കെ കൂടുമ്പോൾ ലേണിംഗ് സ്റ്റൈൽ ഇൻവെന്ററി പഠിപ്പിച്ചു തരും. അതായത് നമ്മളൊരു ടെസ്റ്റ് ആണ്, ഒരു 10 എത്രയോ ക്വസ്റ്റ്യനെയർ ഉണ്ട്. ആ ക്വസ്റ്റ്യനിൽ എസ് ഓർ നോ ആൻസേഴ്സ് ആണ് വരിക. അത് വെച്ച് നോക്കിയിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടിക്ക് ഏത് സ്റ്റൈലിൽ പഠിക്കുന്നതാണ് ഇഷ്ടം നോക്കുക. ചിലർക്ക് ഓഡിറ്ററി ആയിരിക്കും, ജസ്റ്റ് കേട്ടാൽ മതിയോ, ഇങ്ങനെ വർത്താനം പറയുന്നത് കേട്ടാൽ തന്നെ അവർക്ക് മനസ്സിലാവും. ചിലര് വിഷ്വൽ ലേണേഴ്സ് ആവും, അതായത് കേട്ടു എന്ന് എഴുതിയിട്ട് കാര്യമില്ല, ബുക്കിലൊന്ന് നോക്കി അല്ലെങ്കിൽ ഇതുപോലെ PPT ഒക്കെ ഒന്ന് കാണുകയോ ചെയ്താൽ ഇത്തിരിയും കൂടെ അതൊക്കെ മനസ്സിലാവുള്ളൂ. ഇനി അടുത്തൊരാൾക്കാർ എന്ന് പറയുന്നത് കെനസ്തെറ്റിക് ലേണേഴ്സ് ആയിരിക്കും. കേട്ടാ പോരാ, കണ്ടാ പോരാ, അതൊന്ന് സ്വന്തമായിട്ട് ചെയ്തു നോക്കും വേണം. എഴുതി നോക്കുക, പഠിച്ച കാര്യങ്ങളൊന്ന് എഴുതി പഠിക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത്. ഇതാണ് കെനസ്തെറ്റിക് ലേണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം നമ്മുടെ ആസ് എ റെമഡിയൽ ട്രെയിനർ നമ്മളെടുത്തൊരു പ്രോബ്ലം ഉള്ള കുട്ടി വരുമ്പോൾ ആ കുട്ടിയുടെ അസസ്മെന്റ് പാർട്ടിന്റെ കൂടെ തന്നെ നമ്മൾ ആ കുട്ടീന്റെ ലേണിംഗ് സ്റ്റൈൽ കൂടെ പഠിച്ചു നോക്കും. ഈ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ടീച്ചിങ് എയ്ഡുകൾ, പഠിപ്പിക്കുന്ന സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്തിട്ട് മാത്രമേ ആ ഒരു ഉള്ളു മോട്ടിവേഷൻ അറിയില്ല, പഠിക്കണം എന്നുള്ള മോട്ടിവേഷൻ ഉണ്ടാവണമെങ്കിൽ അതിനോട് ഇഷ്ടം ഉണ്ടാവണം. ഇപ്പോ കെനസ്തെറ്റിക് ലേണേഴ്സ് ആയ ഒരു കുട്ടിക്ക് നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് ക്ലാസ് എടുത്തു കൊടുക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ല. ആ കുട്ടിക്ക് അത് സ്വന്തമായിട്ട് ചെയ്യുക, എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുക്കുക, എന്തെങ്കിലും ടാസ്ക് കൊടുത്തിട്ട് ആ ടാസ്കിലൂടെ അത് കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ കുറച്ച് പസിൽസ് ഒക്കെ കൊടുത്തിട്ട് ആ പസിൽസിലൂടെ ആ ഉത്തരം കണ്ടെത്തുന്നത്, കൈകൊണ്ട് വർക്ക് ചെയ്തിട്ട് സ്വന്തമായിട്ട് ഒരു സാധനം ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്താൽ മാത്രമേ ആ കുട്ടിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് മാത്രമേ ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആവുള്ളൂ. അത് മാത്രമേ ലോങ് ലാസ്റ്റ് ചെയ്യൂ. അപ്പൊ നമ്മള് ആക്റ്റീവ് ലേണിംഗ് എന്ന് പറയുന്ന ഏരിയയിൽ എന്താന്ന് വെച്ചാല് നമ്മൾ ആദ്യം അവരുടെ ലേണിംഗ് സ്റ്റൈൽ എന്താ നോക്കണം, അല്ലെങ്കിൽ അവരുടെ ഇഷ്ടങ്ങൾ എന്താ നോക്കണം. ആ ഇഷ്ടങ്ങളിലൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടെ അപ്ലൈ ചെയ്യാൻ പഠിക്കണം. ഒരു പഠിക്കൽ നിർബന്ധമാണ്. ചെറുതായിട്ടെങ്കിലും ബേസിക് ആയിട്ട് ഇപ്പൊ റെമഡിക്ക് വന്ന കുട്ടി ഫുള്ള് കളി ഇതെന്ന് മാത്രമല്ല, ഈ കളിയിലൂടെ പഠിപ്പിക്കാൻ നമ്മൾ ട്രൈ ചെയ്യണം. അതാണ് ആക്റ്റീവ് ലേണിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്.
എൻഗേജ്മെന്റ് ഇൻക്രീസിങ് വെൻ സ്റ്റുഡൻസ് ആർ ആക്റ്റീവ് പാർട്ടിസിപ്പന്റ് നോട്ട് പാസീവ് റെസിപ്പിയൻസ്. അതായത് ചുമ്മാ വർത്താനം പറഞ്ഞിട്ട് അത് കേൾക്കുന്ന ഒരു സാധാരണ കേൾക്കുന്ന ഒരാള് എന്നതിനുപരി ആക്റ്റീവ് പാർട്ടിസിപ്പൻസ് ആക്കുക നമ്മുടെ സ്റ്റുഡൻസിനെ, കുട്ടികളെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ ഒക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ അവരിൽ മോട്ടിവേഷൻ കൂട്ടും എന്നുള്ളതാണ്. തേർഡ് പോയിന്റ് പറയുന്നത് പ്രൈസ് എഫേർട്ട് ആൻഡ് പ്രോസസ്, ഫോക്കസ് ഓൺ ഗ്രോത്ത് ആൻഡ് സ്ട്രാറ്റജീസ് റാദർ ദാൻ ജസ്റ്റ് ഔട്ട്കം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മൾ പലപ്പോഴും റിസൾട്ടിനെയാണ് അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട എന്താന്ന് വെച്ചാൽ എഫേർട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ചിലപ്പോ ചില ആൾക്കാർ നല്ലോണം പഠിച്ച് കുറേ ട്രൈ ചെയ്ത് സ്കൂളിലെ കുട്ടികൾ തോറ്റിട്ടുണ്ടാവും. തോറ്റല്ലോ എന്നതിലുപരി ആ ഒരു എഫേർട്ടിനെ നമ്മൾ പ്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത തവണ പഠിക്കാൻ തോന്നൂ. ഒരു കാര്യത്തിലും ഒരു സാധനം ചെയ്യുമ്പോൾ ഒരു കാര്യത്തിലും നമ്മൾ റിസൾട്ടിനെ ഫോക്കസ് ചെയ്ത് റിസൾട്ടിനെ കണ്ടിട്ട് അപ്രീസിയേഷൻ കൊടുക്കാൻ നിൽക്കരുത്. അവർ എഫേർട്ട് എടുക്കുന്നുണ്ടോ, അവർ ഇനീഷ്യേറ്റീവ് എടുക്കുന്നുണ്ടോ, അവിടെ തന്നെ അപ്രീസിയേഷൻ കൊടുക്കണം. ആ സംഭവം പെർസിസ്റ്റന്റ് ആവും. അതായത് ഓരോ സമയം എഫേർട്ട് എടുക്കുമ്പോൾ അതിനൊരു ഇത് കിട്ടിയാൽ അത് തോറ്റോ ജയിച്ചോ നെഗറ്റീവോ പോസിറ്റീവോ റിസൾട്ട് എന്നല്ല, ചെയ്യാനൊരു ത്വര കാണിച്ച് ആ ത്വരയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അവര് മോട്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കും. മറ്റത് അത്ര കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ലാസ്റ്റ് തോൽക്കുകയത് ആ തോറ്റതല്ലേ പോരൊക്കെ കണ്ട്. ഈ ഒരു തോന്നല് ഏതൊരു കാര്യത്തിലും തോൽക്കുക എന്നതിലുപരി ഒരു സാധനം അച്ചീവ് ചെയ്യാൻ പറ്റാതിരിക്കുക ഒക്കെ ഇതിൽ പെടും. ആ ഒരു റിസൾട്ടിനെ ഫോക്കസ് ചെയ്യുന്നതിനേക്കാൾ അവരുടെ എഫേർട്ടിനെ ഫോക്കസ് ചെയ്യുക. അതുപോലെ സെലിബ്രേറ്റ് പെർസിസ്റ്റൻസ്, എപ്പോഴും പെർസിസ്റ്റന്റ് ആവുക. പ്രോബ്ലം സോൾവിംഗ് അപ്രോച്ച് ആൻഡ് ഇംപ്രൂവ്ഡ് ടു ബിൽഡ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ഗ്രോത്ത് മൈൻഡ് സെറ്റ് പറഞ്ഞ ഈ സാധനം കേട്ടോ, ഒരു സാധനത്തിൽ മാത്രം ഫിക്സഡ് ആവാതെ എപ്പോഴും ഓരോരോ സമയത്ത് ഇപ്പൊ നമ്മുടെ കുട്ടിയുടെ കാര്യത്തിൽ ഒരു സാധനം അപ്ലൈ ചെയ്തു, അത് അവിടെ സോൾവ് ആയി, അപ്പൊ വേറൊരു സാധനമായി, അത് സോൾവ് ആക്കാൻ നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള അപ്രോച്ചസ് കണ്ടെത്തിക്കൊണ്ടേയിരിക്കണം. ഇത് മടുത്തു, ഒന്ന് ശരിയാക്കുമ്പോ ഒന്ന് എന്ന് പറയരുത്, മാറിക്കൊണ്ടേയിരിക്കും. മോട്ടിവേഷൻ എന്ന് പറയുന്ന ഡൈനാമിക് ആണ്, ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഡൈനാമിക്കിനെ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ നമ്മൾ ഏതൊരു കാര്യത്തിലും പൊളൈറ്റ് ആയിരിക്കണം, കൺസിസ്റ്റന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ആയിരിക്കണം. ഒരു സ്ഥിരതയും പൊളൈറ്റ്നെസ്സും കൈൻഡ്നെസ്സും ഒക്കെ നമ്മളെടുത്ത് വേണം. നെക്സ്റ്റ് പ്രൊവൈഡ് മീനിങ് ഫുൾ ചോയ്സ് എന്നുള്ളതാണ്. അതായത് ഇതിപ്പോ എല്ലാ കാര്യത്തിലും ഇപ്പൊ ഞാൻ ആ ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ മീനിങ് ഫുൾ ചോയ്സ് എന്ന് പറയുന്ന അവർക്ക് ആപ്റ്റ് ആയിട്ട്, അവർക്ക് മെഷറബിൾ ആയിട്ട്, അവർക്ക് അച്ചീവബിൾ ആയിട്ടുള്ള വളരെ ചെറിയ സംഭവങ്ങൾ കൊടുക്കുക. ചോയ്സസും എന്ത് കാര്യമായാലും അവർക്ക് അതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും, ഇത് ചെറിയ ടാസ്ക് അല്ലേ, ഇത് എന്നെ കൊണ്ട് പറ്റും. ആ വലിയ ടാസ്കിനെ ഫോക്കസ് ചെയ്യാതെ ചെറിയ ചെറിയ ടാസ്കിലൂടെ അവരെ വലിയ ടാസ്കിലേക്ക് കൊണ്ടുവന്നാലും അവിടെ മോട്ടിവേഷൻ നിലനിൽക്കും. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് എന്താന്ന് വെച്ചാല് കണക്ട് ടു ഇൻട്രസ്റ്റ് ആൻഡ് എന്താ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത്, എനിക്കിത് സ്ക്രീന് നീങ്ങുന്നില്ല. ഗോൾസ്. അടുത്തൊന്നുകൂടെ അതിന്റെ താഴെയും കൂടെ ഒന്ന് വായിക്കാം. Link ലിങ്ക് curriculum to students' passion and future aspiration. Show real-world application that demonstrate relevance and purpose. ഓക്കെ, അതായത് സ്റ്റുഡൻസിന്റെ പാഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇപ്പോ നേരത്തെ ഐഷത്ത് സുവൈരിയ പറഞ്ഞ പോലെ മാത്സ് ഭയങ്കര കീറാൻ കുട്ടിയായ ഒരു കുട്ടീനെ നമ്മൾ ആ മാത്സിൽ ഇങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് അതിലെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നതിനേക്കാൾ നല്ലത് ആ കുട്ടിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ മാക്സിമം എക്സലന്റ് ആവാൻ സമ്മതിക്കാം. ഈ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയയിൽ നമുക്കൊന്ന് കുറച്ച് ഫോക്കസ് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന്, അതായത് മറ്റേല് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടിക്ക്, അതായത് ഇതിൽ ഈ കറക്ഷനിൽ തെറ്റിൽ ഫോക്കസ് ചെയ്യാതെ റൈറ്റ് ആയിട്ടുള്ള കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, പാഷനിൽ ഫോക്കസ് ചെയ്യുക. ഇത് ജസ്റ്റ് ഒന്ന് എന്താ പറയാ കോമ്പൻസേറ്റ് ചെയ്യാൻ അറിയില്ല, ഒന്ന് ഓവർകം ചെയ്യാം, മറികടക്കാനുള്ള ഒരു സപ്പോർട്ട് മാത്രം കുട്ടിക്ക് കൊടുത്താൽ മതി. അല്ലാതെ അതിൽ വല്ലാതെ ഫോഴ്സ് ചെയ്യരുത്. ഇപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന ഏതൊരു ക്ലയന്റ് ആയിക്കോട്ടെ, ആ കുട്ടിക്ക് പല സബ്ജക്റ്റിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അപ്പൊ ആ ഒരു സബ്ജക്റ്റിൽ നമ്മൾ ഫോക്കസ് ചെയ്യാതെ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ആ കുട്ടീന്റെ എക്സലന്റ് ഏരിയകൾ, ആ കുട്ടിയുടെ സ്ട്രോങ് ഏരിയകൾ ഏതൊക്കെയാന്ന് നോക്കുക. ആ സ്ട്രോങ് ഏരിയയിൽ
അങ്ങനെ സപ്പോർട്ട് കൊടുത്താൽ തന്നെ ആ വീക്ക് ഏരിയയിൽ ഇത് ഇതിന്റെ ഒരു ഭാഗമായിട്ട് വേണം എന്നുള്ള ഒരു രൂപത്തിൽ മാത്രം ഓവർകം ചെയ്യാനുള്ളത് കൊടുക്കുക. പക്ഷെ പലപ്പോഴും നമ്മളൊരു സംഭവത്തിനെ, ഒരു കുട്ടിയുടെ കാര്യമായിക്കോട്ടെ, ഒരു ക്ലയന്റിന്റെ കാര്യമായിട്ട് ഒരു ഹോൾ കംപ്ലീറ്റ് പിക്ചറുമായിട്ട് നമ്മുടെ അടുത്ത് മുന്നിൽ വരുമ്പോൾ ആ പ്രോബ്ലം ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് മാത്സ് അല്ലെങ്കിൽ ബയോളജി തീരെ കഴിയുന്നില്ല അല്ലെ, അപ്പൊ ബയോളജി പഠിച്ചേ മതിയാവുള്ളൂ എന്ന് പറയുന്നേക്കാൾ ആ കുട്ടിയുടെ സ്ട്രോങ്സ്റ്റ് പോയിന്റ് ഏതാ? നമ്മൾ എപ്പോഴും പറയും സോക്ക് അനാലിസിസ്. സ്റ്റുഡൻസിന് എന്ത് കാര്യങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും അവരുടെ സോക്ക് അനാലിസിസ് നടത്തണം. സോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? SWOC. എന്താ സോക്ക് പറഞ്ഞ? പലതവണ പല രൂപത്തിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സോക്ക് അനാലിസിസ് അല്ലെങ്കിൽ SWOT അനാലിസിസ് കേട്ടിട്ടേ അല്ലേ? ആരും കേട്ടിട്ടില്ല? സോക്കോ എസോസ് SWOC. ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. വേറെ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടോ? സ്ട്രെങ്ത് അല്ലേ? ആ, പിന്നെ W വീക്ക്നെസ്. O എന്തായിരുന്നു ഇപ്പൊ? ഓർഗനൈസ് ഓപ്പർച്യൂണിറ്റി. C പറഞ്ഞ സി കോർഡിനേഷൻ, ചാലഞ്ച്. ചാലഞ്ച്. അതായത് ഒരു സ്റ്റുഡന്റ് കൗൺസിലറുടെ ഫസ്റ്റ് ഡ്യൂട്ടി സ്റ്റുഡന്റിനെ അവയർനെസ് ഉണ്ടാക്കുക, സ്റ്റുഡന്റിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവാന്നുള്ള. ആ സ്റ്റുഡന്റിന്റെ ഐഡിയ ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ആ സ്റ്റുഡന്റിന്റെ സ്ട്രോങ്സ്റ്റ് പോയിന്റ്സ് എന്തൊക്കെയാണ്? സ്ട്രോങ് പോയിന്റ് എല്ലാ തരത്തിലും കേട്ടോ, ഫാമിലി മാറ്ററില്, അക്കാദമിക്സില്, സ്കിൽസില്, കളിയില്, എല്ലാ കാര്യത്തിലും ആ കുട്ടിയുടെ സ്ട്രോങ് പോയിന്റുകൾ എന്തൊക്കെയാന്ന് നോട്ട് ചെയ്യണം. ആ കുട്ടിയുടെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാന്ന് നോട്ട് ചെയ്യണം. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് ബുദ്ധിമുട്ടാക്കുന്ന, ചില ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം പേഴ്സണലി എടുക്കുക, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, പെട്ടെന്ന് മറുപടികൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ അവരുടെ വീക്ക്നെസ് ആയിട്ട് വരും. ഇതൊക്കെ വീക്ക്നെസ്സിൽ ഉൾപ്പെടുത്താം. ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടി വന്നാൽ ആ കുട്ടിയുടെ ഫാമിലി സ്റ്റേറ്റസ് ആൻഡ് ഡെവലപ്മെന്റ്, ഗ്രോത്ത്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടിയെ നമുക്ക് തൽക്കാലം ഒന്ന് മൗൾഡ് ചെയ്യാൻ പറ്റുക. വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കുട്ടീനെ നമുക്ക് ഭയങ്കരമായ മോട്ടിവേഷനിലേക്കൊന്നും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ആ കുട്ടി ഡിമോട്ടിവേറ്റഡ് ആവും. കാരണം ആ കുട്ടിക്ക്, ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളിപ്പോ ഒരു കുട്ടിയോട് നമ്മൾ പൊതുവിൽ ജേണൽ എഴുതാനൊക്കെ പറയും. ഇപ്പൊ ഭയങ്കര കളർഫുൾ ബുക്സ്, കവായി സ്റ്റിക്കേഴ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? ചെറിയ കുട്ടികളുള്ളവരുണ്ടാവും, അറിയുണ്ടാവും അല്ലെ? ഇപ്പത്തെ ട്രെൻഡ് കവായ സ്റ്റിക്കേഴ്സ്, സ്റ്റാർ ഒക്കെ കഴിഞ്ഞു, ലബൂബു കവായ സ്റ്റിക്കേഴ്സ് ഒക്കെയാണ്. ഈ സ്റ്റിക്കേഴ്സ് ഒക്കെ വെച്ചിട്ട് ചെറിയ ജേണൽ പറഞ്ഞാൽ 150-200 രൂപക്കൊക്കെ ജേണൽ ബുക്കൊക്കെ കിട്ടും. ഇതിൽ പല കുട്ടികളും നല്ല രസമായിട്ട് ചെറിയ ഡയറി എഴുതുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇംഗ്ലീഷ് എഴുതുക, സ്റ്റിക്കർ ഒട്ടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുട്ടീന്റെ ജീവിത സാഹചര്യം എന്ന് പറയുന്ന ഒരു നോട്ട്ബുക്ക് പോലും ശരിക്ക് വാങ്ങാനില്ലാത്ത ഒരു കുട്ടിയാണ് നമ്മളെ മുന്നിലിരിക്കുന്നത്. എങ്ങനെയായാലും ഇപ്പോഴത്തെ ആളുകൾ ഒരുവിധ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് ജസ്റ്റ് പ്രോബ്ലം ഒക്കെ കണ്ടു കഴിഞ്ഞാൽ കൗൺസിലിംഗ് ഉണ്ട്. ആർഭാടായിട്ട് ജീവിക്കാനൊന്നും ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടീനോട് നമ്മളിപ്പോ ഈ ജേണലിനെ കുറിച്ചൊക്കെ പറയാണ് അല്ലെ, ഈ ജേണലിനെ കുറിച്ച്, ഇങ്ങനെ സ്റ്റിക്കേഴ്സിനെ കുറിച്ച് ഇതൊക്കെ പറയുമ്പോൾ അത് അവിടെ വേസ്റ്റ് ആണ്. എപ്പോഴും അവരുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യേണ്ട അവരെ സ്റ്റേറ്റസ് വെച്ച് മാത്രം കണക്ട് ചെയ്യാൻ ട്രൈ ആക്കുക. അതാണ് ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആ കുട്ടിക്ക് ഉണ്ട്. ബേസിക് ആയിട്ട് നമ്മളൊരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ആ ഓപ്പർച്യൂണിറ്റീസ് ലെവൽ അറിയണം. പിന്നെ ചാലഞ്ച് അറിയണം. ഈ ചില കുട്ടികൾക്ക് എന്തൊക്കെയോ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതിനെ തടസ്സപ്പെടുത്തുന്ന ചാലഞ്ച് എന്താണ് അതിന് പ്രശ്നമായിട്ട് വരുന്നത്? മേ ബി അവര് പറയും സപ്പോർട്ടീവ് ആയിട്ടുള്ള പാരന്റ്സ് അല്ല, അല്ലെങ്കിൽ എന്റെ സ്റ്റഡീസ് ഒന്നും എന്റെ പാരന്റ്സ് നോക്കുന്നില്ല, അല്ലെങ്കിൽ പാരന്റ്സിന് ചിലപ്പോൾ പറയാണ്ടാവും കുട്ടിയുടെ അടുത്ത് ഫുൾ ടൈം ഫോണാണ്, ഇത് പറഞ്ഞു കൊടുത്താലൊക്കെ മനസ്സിലാവും, പക്ഷെ ഫോണിന്റെ ഉപയോഗം കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇതാണ് അവിടെ ചാലഞ്ച്. ഈ SWOC എന്നുള്ളത് നിങ്ങളും ഞാനും നമ്മളെ സ്റ്റുഡൻസും നമ്മളെ കുട്ടികളുടെ ഈ സംഭവം നമുക്ക് ഉണ്ടായിരിക്കണം. സോക്ക് അനാലിസിസ് നടത്തിയാൽ മാത്രമേ നമുക്ക് സെൽഫ് അവയർനെസ് ഉണ്ടാവുള്ളൂ. അതായത് നമ്മുടെ സ്ട്രോങ് പോയിന്റ് ഏതൊക്കെയാണ്, എന്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ്, ഞാൻ ഇപ്പൊ നിലനിൽക്കുന്ന ഈ ഏരിയയിൽ നിന്ന് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് എനിക്കുണ്ട്, എവിടെയൊക്കെ സ്റ്റഡി ചെയ്യാം, ഏതൊക്കെ റിസോഴ്സുകൾ എനിക്കുണ്ട്, എന്താണ് എനിക്ക് ചാലഞ്ച് ആയിട്ട് വരുന്നത്, വളരാൻ അനുവദിക്കാതെ വളരുന്നതിന് തടസ്സമാണ്
ഭർത്താവ് ഉമ്മ അപ്പ എന്നൊന്നും എന്നോട് പറയരുത്. അതൊക്കെ നിങ്ങളെ സോപ്പിട്ട് ക്ലിയർ ചെയ്യാന്നുള്ളൂ. ആ ചലഞ്ച് ഒന്നും ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. പക്ഷെ അങ്ങനെ ചില ചലഞ്ചുകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ ചലഞ്ച് ചെയ്താ ഈ സാധനം ഉണ്ടായാലേ നമുക്ക് മോട്ടിവേഷൻ വർക്ക് ആവുള്ളൂ. അതായത് സെൽഫ് അവയർനെസ്. ഒരു പോയിന്റ് നിങ്ങൾ എഴുതി വെക്കണേ. സെൽഫ് അവയർനെസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. ഈ സെൽഫ് അവയർനെസ് ഉണ്ടായാല് സെൽഫ് ആക്സെപ്റ്റൻസ് ഉണ്ടാവുള്ളൂ. സ്വന്തത്തിനെ അംഗീകരിക്കുക എന്ന് പറയും. ആക്സെപ്റ്റ് ചെയ്യുക. സെൽഫ് അവയർനെസ് ആണ് സെൽഫ് ആക്സെപ്റ്റൻസിലേക്ക് കൊണ്ടുപോവുക. ഈ സെൽഫ് ആക്സെപ്റ്റൻസ് ഉണ്ടായാലേ സെൽഫ് ലവ് ഉണ്ടാവുള്ളൂ. നിങ്ങളോട് തന്നെ ഒരു ഇഷ്ടം തോന്നുന്നു. ഈ സെൽഫ് ലവ് ഉണ്ടായാലേ പലപ്പോഴും സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു സാധനം വർക്ക് ചെയ്യുള്ളൂ. അതായത് നിങ്ങൾക്ക് ആഗ്രഹിച്ച ഒരു സാധനത്തിലേക്ക് എത്തണമെങ്കിൽ, ഫോർ എക്സാമ്പിള് നിങ്ങളെ വെച്ചിട്ടാ ഞാൻ പറയണേ, കുട്ടികളുടെ കാര്യത്തിലും ഇങ്ങനെ തന്നെയാണ്. ആദ്യം ഞാൻ ആരാന്നറിയണം. എന്റെ ഇഷ്ടങ്ങൾ എന്താ, എന്റെ അനിഷ്ടങ്ങൾ എന്താ, എനിക്ക് എന്തൊക്കെ സാധ്യതകൾ, എന്തൊക്കെ ശക്തികളുണ്ട്, എന്തൊക്കെ ദൗർബല്യങ്ങളുണ്ട്, എന്തൊക്കെ പ്രയാസങ്ങളുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് ആ അറിഞ്ഞതിനെ ഞാൻ അംഗീകരിക്കണം. അറിഞ്ഞാൽ മാത്രം പോരാ. ഇപ്പൊ വേറൊരാള് ഇവിടെ തൗഫീഖ് നന്നായിട്ട് പാടുന്നുണ്ട് എന്ന് കരുതാം. ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് പാടാൻ അറിയില്ല. ഈ പാടാൻ അറിയാത്തത് എന്റെ ഒരു കുറവാണ്. പക്ഷെ ആ ഒരു കുറവിനെ ഭയങ്കരമായിട്ട് എനിക്ക് തൗഫീഖിനെ പോലെ പാടാൻ പറ്റണില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അത് അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് പാടാനേ അറിയാത്തുള്ളൂ, വേറെ എന്തൊക്കെ എനിക്കറിയാം, കുറെ പോസിറ്റീവ് ഉണ്ട്. ഈ അക്സെപ്റ്റൻസ് ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ മറ്റൊരാളെ കമ്പയർ ചെയ്യാതിരിക്കുള്ളൂ. അതായത് നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ ഡോക്ടറായി, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഒരാൾ നന്നായിട്ട് ക്ലാസ്സിൽ മാർക്ക് വാങ്ങുന്നുണ്ട്, അതിന് പകരം നിങ്ങളെ കുട്ടി ക്ലാസ്സിൽ മാർക്ക് വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങളെ കുട്ടിയുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും അതനുസരിച്ച് കുട്ടി ഡെവലപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡന്റ് അതനുസരിച്ച് ഡെവലപ്പ് ആവുള്ളൂ. ആ ഒരു സെൽഫ് ലവ് ഉണ്ടായാൽ മാത്രമേ നമ്മുടെ ടാസ്കുകള്, ഈ മോട്ടിവേഷനും ആക്ച്വലൈസേഷനും ഓരോരോ കാര്യങ്ങളും, ഫസ്റ്റ് നൗഷിദ സുൽഫത്ത പറഞ്ഞ എവർ ആൻഡ് എവർ പീസ്ഫുൾ ലൈഫ് എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ആക്ച്വലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മളെ നന്നായിട്ട് അറിയണം, നമ്മൾ അംഗീകരിക്കണം, നമ്മൾ സ്നേഹിക്കണം. അപ്പൊ പിന്നെ ചുറ്റുപാടിൽ എന്ത് സംഭവങ്ങൾ നടക്കുമ്പോഴും അത് നമ്മുടെ പീസിനെ ബാധിക്കൂല. കാരണം എന്താ, ഞാൻ ഇതാണ്, എന്റെ കഴിവ് ഇതാണ്, എന്നെ കൊണ്ട് ഇതാ പറ്റുന്നത്. അത് അവരുടെ കഴിവ്, അത് അവരുടെ സാധ്യത, അത് അവരുടെ ഓപ്പർച്യൂണിറ്റി. അവിടെ പീസിന് തടസ്സം വരില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? മനസ്സിലായോ? മനസ്സിലായോ മക്കളെ? Yes, ma'am. ആ, ഇത് ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? റിയലായിട്ട്. ഇനിയിപ്പോ സാർ തുടക്കത്തിൽ പറഞ്ഞ മാമിന് എന്താ തോന്നാത്തിട്ട് മിണ്ടാതിരിക്കണതാ? ഇത്രയും എടുത്തിട്ട് മനസ്സിലായില്ലേ? അല്ല, മിണ്ടാട്ടം കേൾക്കാത്തോണ്ട് പറഞ്ഞതാണ്. അതൊക്കെ ഒരു പോയിന്റ് ആയി പറഞ്ഞുള്ളൂ എന്നുള്ളൂ. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ ഇത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ആകെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ. എന്താണ് മോട്ടിവേഷൻ? ഏതൊരു കാര്യം നമ്മൾ ചെയ്യാൻ ഉണ്ടാക്കുന്ന ഒരു ഫോഴ്സിനെ, ഒരു ശക്തിനെയാണ് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ആ മോട്ടിവേഷൻ മെയിൻലി 2 ടൈപ്സ് ഉണ്ട്. ഇൻട്രിൻസിക്, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ, ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് വരുന്ന മോട്ടിവേഷൻ ഇൻട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയും. ഇൻട്രിൻസിക് മോട്ടിവേഷൻ എപ്പോഴും ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും, അത് ഇൻട്രസ്റ്റ് ബേസ്ഡ് ആയിരിക്കും, അത് സെൽഫ് ജനറേറ്റർ ആയിരിക്കും, അതിൽ ഫുൾഫിൽമെന്റ് ഉണ്ടാവും, ഹാപ്പിനെസ് ഉണ്ടാവും. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് കാരണം ഒരാൾ മോട്ടിവേറ്റ് ആവുന്നതിനെയാണ് എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഇതിന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്നും പറയാറുണ്ട്. ഇതെപ്പോഴും എന്തെങ്കിലും റിവാർഡ്, ഗ്രേഡ്, മാർക്ക്, സാലറി, ഒരു സാധനത്തിനെ കണ്ടുകൊണ്ടായിരിക്കും ഉണ്ടാവുക. ഇത് അത്രയും ലോങ് ലാസ്റ്റിംഗ് അല്ല, ഷോർട്ട് ആയിരിക്കും. പക്ഷെ പലപ്പോഴും ഈ എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ നമ്മൾ സ്റ്റുഡൻസിലായാലും നമ്മുടെ ക്ലയന്റിലായാലും നമ്മുടെ മക്കളിലായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻട്രിൻസിക് മോട്ടിവേഷനിലേക്ക് വേണമെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യണം. അത് ഫസ്റ്റ് വൺ ആക്റ്റീവ് ലേണിംഗ് ആണ്. അവർക്ക് അനുസരിച്ചുള്ള, അവർ ഏത് തരത്തിലുള്ള ലേണേഴ്സ് ആണോ, അവർ എന്ത് തരത്തിൽ പഠിക്കാനാണോ ഇഷ്ടപ്പെടുന്നത് ആ തരത്തിലല്ല, നമ്മളെ ഇഷ്ടം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പകരം അവരുടെ ഇഷ്ടത്തിലൂടെ പഠിപ്പിക്കാൻ ട്രൈ ആക്കുക. നല്ല ഒരു എൻവിറോൺമെന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക, അപ്രീസിയേഷൻ കൊടുക്കുക. പിന്നെ ഏതൊക്കെയാ പോയിന്റ് പറഞ്ഞ്, അവരുടെ ചോയ്സ്, മീനിങ് ഫുൾ ചോയ്സുകൾ കൊടുക്കുക. അതായത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ മെഷറബിൾ, അച്ചീവബിൾ ആയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അവരുടെ പാഷൻ അനുസരിച്ച് വർക്ക് ചെയ്യാൻ കൊടുക്കുക. ഇത്രയാണ്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലെ അച്ചീവ്മെന്റ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞൊരു സാധനം കൂടെ ഉണ്ട്.
ശരിക്കും അത് വേറൊരു തരത്തിന്റെ ഭാഗമാണ്. പോസിറ്റീവ് നെഗറ്റീവ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും അച്ചീവ്മെന്റ് ഏകദേശം എക്സ്ട്രിൻസിക് പോലെയാണ്. ഒരു സാധനം നേടാൻ വേണ്ടിയിട്ട് ഉണ്ടാവുന്ന മോട്ടിവേഷൻ. ഇപ്പൊ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങുന്ന ആളുകൾക്ക് ഇപ്രാവശ്യം റാങ്ക് ഉണ്ട്, റിവാർഡ് പോലെ തന്നെ ഒരു സിസ്റ്റം അവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം കിട്ടുന്നതിന് വേണ്ടി മാക്സിമം ഫോഴ്സ് ചെയ്ത് ചെയ്യുക. ഏകദേശം എക്സ്ട്രിൻസിക് പോലെ തന്നെയാണ് അച്ചീവ്മെന്റ് മോട്ടിവേഷൻ. ഓരോ സാധനവും അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ. ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ കോഴ്സ് പഠിക്കുന്നത് നിങ്ങൾക്ക് റെമഡിയൽ ട്രെയിനർ എന്ന് പറയുന്നത്. അത് ഇത് രണ്ടും കണക്റ്റഡ് ആണ്, എക്സ്ട്രിൻസിക്കും അച്ചീവ്മെന്റും. ഇതുകൂടെ നിങ്ങളുടെ ടെക്സ്റ്റിലുണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള പോയിന്റ്. അപ്പൊ നമ്മൾ ഒരു കുട്ടിയിൽ ഒരു റെമഡിയൽ ട്രെയിനർ എന്നുള്ള നിലക്ക് മോട്ടിവേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആ കുട്ടിയെ സ്വോക്ക് അനാലിസിസ് ചെയ്യണം. ആ കുട്ടീനെ കൊണ്ട് തന്നെ കുട്ടീന്റെ സ്ട്രെങ്ത് എന്തൊക്കെയാ. ചിലപ്പോൾ ഒരു കുട്ടി പറയും പഠിക്കാൻ പറ്റാത്ത ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പൊതുവെ പറയും ഒരു സ്ട്രെങ്ത്തും ഇല്ല. അപ്പൊ പക്ഷെ അവരോട് പറയണം ചിരിക്കാൻ പറ്റുന്നത് സ്ട്രെങ്ത് ആണ്, ഒരാളോട് വർത്താനം പറയാൻ പറ്റുന്നത് സ്ട്രെങ്ത് ആണ്, നീ നിന്റെ ഉമ്മച്ചീനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ അതൊരു സ്ട്രെങ്ത് ആണ്. അപ്പൊ എന്തൊക്കെയാ സ്ട്രെങ്ത് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഈ സ്ട്രെങ്തിനെ ഐഡന്റിഫൈ ചെയ്യാനും വീക്ക്നെസ്സിനെ ഐഡന്റിഫൈ ചെയ്യാനും ഓപ്പർച്യൂണിറ്റി സ്വോക്ക് അനാലിസിസ് നടത്തി ഇത് നമ്മളെ ക്ലയന്റിനെ മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന ഏരിയകളാണ്, ഇത്രയും സ്ട്രെങ്ത് ഉണ്ട്, ഈ സ്ട്രെങ്ത്തിൽ നമുക്ക് വർക്ക് ചെയ്യാം, വീക്ക്നെസ്സിൽ നമ്മൾ കവർ ചെയ്താൽ മതി. വീക്ക്നെസ്സിനെ ഇപ്പൊ കഴുത നമ്മളൊരു ഇത് പറയും, കഴുതനെ പോലെ പാടുക, കഴുത പാടാൻ ശ്രമിച്ചാൽ എന്നൊക്കെയുള്ള കഥകളിൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട്. കഴുതയ്ക്ക് വേറെ ഒരുപാട് ചുമട് ഇതാക്കാനുള്ള ഇത്, അല്ലെങ്കിൽ ആളുകളെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ പാട്ട് എന്നുള്ളത് അതിന്റെ വീക്ക്നെസ് ആണ്. സോ ആ വീക്ക്നെസ്സിനെ ബൂസ്റ്റ് ചെയ്യാൻ നോക്കണ്ട, സ്ട്രെങ്തിനെ ഫോക്കസ് ചെയ്താൽ മതി. അതേപോലെ ആ സാധനം സോക്ക് മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അവയർനെസ് ഉണ്ടായി കഴിഞ്ഞാൽ അക്സെപ്റ്റൻസ് ഉണ്ടാവും. സെൽഫ് അക്സെപ്റ്റൻസ് ഉണ്ടായി നമുക്കൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ, നമ്മുടെ ക്ലയൻസിനൊക്കെ സെൽഫ് ലവ് ഉണ്ടാവും. സെൽഫ് ലവ് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. അതായത് സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ലവ് കേട്ടോ, അല്ലാതെ അഡ്മയർ ചെയ്തുകൊണ്ട് ഞാനാ നല്ലത്, ഞാൻ മാത്രം ശരി എന്നുള്ള ഒരു ലവ് അല്ല. എന്റെ ശക്തി ഇതാണ്, എന്റെ ന്യൂനതകൾ ഇതാണ്, എന്റെ ദൗർബല്യങ്ങൾ ഇതാണ്, എനിക്ക് ഇതൊക്കെയാണുള്ളത് എന്നുള്ള ഒരു സാധനം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയ ഒരു ഗോൾ ഉണ്ടല്ലേ, ഈ ഗോളിനൊക്കെ ഒന്ന് കയറി മുറിച്ച് നോക്കാം. ഞാൻ എന്തൊക്കെ ചെയ്യണം, എപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളത്. അതുപോലെ നിങ്ങളൊക്കെ നിങ്ങളെ തന്നെ ഒരു സെൽഫ് സോക്ക് അനാലിസിസ് ഒന്ന് ചെയ്തോളൂ. സോക്ക് അനാലിസിസ് ചെയ്താൽ മാത്രം പോരാ, ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ന്യൂനതകൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. അത് അക്സെപ്റ്റ് ചെയ്താൽ വേറൊരാളെ ആ കാര്യത്തിൽ നിങ്ങളെ ബ്ലെയിം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സങ്കടം വരില്ല. ഞാൻ തന്നെയാണല്ലോ ഇറ്റ്സ് ഓക്കെ എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വരും. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. പിന്നെ ആ സെൽഫ് ലവ് എന്താ ഉദ്ദേശം ഒന്ന് ഇതാക്കുമോ? നമ്മളെ ഇഷ്ടപ്പെടുന്നത് അതാ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ വേണ്ടുള്ളത്? നമ്മൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സെൽഫ് ലവ് നഷ്ടപ്പെട്ടാലോ? സെൽഫ് ലവ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാല് അല്ലല്ല, നമ്മൾ നമ്മൾ നമ്മളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ എന്തെന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടില്ല. ഓക്കെ. സെൽഫ് ലവ് ഉണ്ടായി കഴിഞ്ഞാൽ ഇഷ്യൂസ് കുറയും. ഏത് ലെവലിലുള്ള സെൽഫ് ലവ് എന്ന് ഞാൻ പറയട്ടെ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ ടാസ്കിലൂടെ പോയിട്ടുള്ള സെൽഫ് ലവ്, നമ്മള് സോക്ക് അനാലിസിസ് നടത്തി നമ്മൾ അവെയറായി ഞാൻ ഇതാണ് എന്നുള്ളത്. ഞാൻ ഇതാണ് എന്ന് അവയർനെസ് വന്നു കഴിഞ്ഞാൽ ഞാൻ അംഗീകരിച്ചു, എനിക്ക് ഇന്ന കുഴപ്പങ്ങളുണ്ട്, എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഇന്ന സ്ട്രോങ് പോയിന്റും ഉണ്ട്. അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ലവ് ഉണ്ടല്ലോ, ഈ ലവ് ഉണ്ടായ നമ്മുടെ ഫാമിലിയിൽ ഇഷ്യൂ ഉണ്ടായിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് ഇഷ്യൂ ഉണ്ടായിക്കോട്ടെ, അതിനെ അംഗീകരിക്കാൻ നമ്മൾ പഠിക്കും. ഒരാള് എന്തെങ്കിലും പറയുമ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്യൂ ഉണ്ടാവാൻ, ഹസ്ബൻഡ് അവിടെ തർക്കിക്കുന്നത്, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിനെ ചീത്ത പറയുന്നു, അല്ലെങ്കിൽ വൈഫ് ഇങ്ങോട്ട് ചീത്ത പറയുന്നു. അപ്പൊ എന്തിനാ ഇപ്പൊ ഈ ചീത്ത കേട്ടത്, ഞാൻ ഇന്റെ ഈ ഏരിയയിൽ ഞാൻ ശരി അല്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ്, ഇതുകൊണ്ടാണ് ഇത് സംഭവിച്ചത് എന്നുള്ള ഒരു അനലൈസിങ് കപ്പാസിറ്റി ഒരു വ്യക്തിക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് സെൽഫ് ലവ് ഉണ്ടായ പ്രശ്നങ്ങൾ തീർന്നു എന്ന് പറയുന്നത്. ഈ ലവ് അല്ലാതെ ഞാനാ ശരി എന്നുള്ള ലവ് അല്ല. നമ്മൾ നമ്മുടെ ന്യൂനതകളും ശക്തികളും മനസ്സിലാക്കിയിട്ടിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതൊക്കെ കവേർഡാണ്, ഫുള്ള് മറച്ചു വെച്ചിട്ട് പ്രശ്നത്തെ എപ്പോഴും ഇതാക്കുക. ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അതിനങ്ങോട്ട് എതിർക്കുക എന്നല്ലാതെ എന്തൊക്കെ ഇതിനോട് പറയാൻ കാരണം, ഞാൻ ചിലപ്പോ ഇങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ചതായിരിക്കും. ഈ പെട്ടെന്ന് പ്രതികരിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ് ആണ്.
ഈ വീക്ക്നെസ്സിനെ ഞാൻ കൺട്രോൾ ചെയ്ത് മനസ്സിലാക്കി ലവ് ഉണ്ടായ പെട്ടെന്നുള്ള പ്രതികരണം പോയി. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞ പോയിന്റ്? ഓക്കെ ഓക്കെ. അതെല്ലാ കാര്യത്തിലും അതാ ഞാൻ പറഞ്ഞ പ്രോബ്ലംസ് കുറയുന്നുള്ളത്. ഇപ്പൊ ഇനി വേറൊരു കാര്യം പറയട്ടെ ഞാൻ. ഇപ്പൊ നമ്മളെ കൂടെ ഉള്ള ഒരാള് ജോലി കിട്ടി, PSC ഫസ്റ്റ് റാങ്ക് കിട്ടി, നമുക്ക് ടെൻഷൻ ആവാണ്, നമ്മൾ വെറീഡ് ആവാണ്. അപ്പൊ എനിക്കിപ്പോ എത്ര കാലമായി ഞാൻ പഠിക്കാൻ നടക്കുന്നു, നമുക്ക് നമ്മളെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ എഫേർട്ട് എടുക്കാതെ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ശരിയാണ്. ചില ചില ആളുകൾ എന്താണോ എല്ലാം കമ്പയർ ചെയ്ത് നോക്കുക. ചിലപ്പോ ആ കുട്ടി വളർന്നു വന്ന സാഹചര്യം നല്ല സപ്പോർട്ടീവ് ആയിരിക്കും, പഠിക്കാൻ എന്നും പോകാൻ പറ്റിയിട്ടുണ്ടാവും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അത്ര സപ്പോർട്ടായിട്ടുള്ള ഒരു എൻവിറോൺമെന്റ് പോയി പഠിച്ച് നന്നായി ചെയ്തു വന്ന ഒരാളോ നല്ല കപ്പാസിറ്റി ഉണ്ട്, ഇന്റലിജൻസും ഉണ്ട്. നമുക്ക് അത്ര ബുദ്ധിയില്ല, നമ്മൾ വളരെ സ്ട്രഗിൾ ചെയ്യുന്നിടത്ത് നമുക്ക് പഠിക്കാൻ പറ്റിയില്ല, എന്നിട്ടും നമ്മൾ വെറീഡ് ആവാണ്, എനിക്ക് PSC കിട്ടിയില്ലല്ലോ, എനിക്ക് റാങ്ക് കിട്ടിയില്ലല്ലോ. അവിടെ ആ ഷോക്ക് അനാലിസിസ് നടത്തി നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി, നമ്മുടെ ഓപ്പർച്യൂണിറ്റി മനസ്സിലായി, നമ്മളെ ലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ സാഹചര്യം അങ്ങനെയാണ്, സോ അവരതായി. എനിക്ക് എന്റെ സാഹചര്യത്തിൽ വെച്ചിട്ട് എനിക്ക് ഇനി വേറെ എന്തെങ്കിലും എന്റെ ലിമിറ്റേഷൻ വെച്ചിട്ട് എനിക്ക് എന്താവാൻ പറ്റാം, അങ്ങനെ ചിന്തിക്കാൻ കഴിയും. മറ്റേ കമ്പയർ ചെയ്ത് ടെൻഷൻ ആവും, വെറീഡ് ആവും, അസൂയ വരും, ജലസ് വരും. ഞങ്ങളെ പെരുന്തമണ്ണക്കാര് പറഞ്ഞ കുയിന്ത് എന്ന് പറയും, നിങ്ങൾ അവിടെ എന്താ പറയാന്ന് അറിയില്ല. ഈ സാധനമൊക്കെ വർക്കാവും വേറൊരാൾ നന്നാവണ കാണുമ്പോ. ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പോ നമ്മള് ഏകദേശം ന്യൂ ഇയർ ഒക്കെ ആവാനാവാണ്. നിങ്ങളെ ഗോളൊക്കെ ഒന്ന് നന്നായി സെറ്റ് ചെയ്ത്, റെസൊല്യൂഷൻ പോലെയൊന്നും അല്ലാതെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും വേണ്ട, അതൊക്കെ വളരെ ഷോർട്ട് ടേം ആണ്. ഞാൻ പോണ ജിമ്മില് ജാനുവരിയിൽ 100 ആൾക്കാരുണ്ടാവും, ഏകദേശം 100ഓളം ആൾക്കാരുണ്ടാവും. സെപ്റ്റംബർ ആകുമ്പോക്ക് 8 or 10 ആൾക്കാരായി കുറയത്. സെപ്റ്റംബർ വരെയാണ് ഏകദേശം ഒക്കെ പോലെ. അവരെ ഒരു 20, 25 ഒക്കെ. പക്ഷെ ജനുവരി 1-ാം തീയതി ഇപ്പൊ ന്യൂ ഇയറിന്റെ അന്ന് ജിമ്മില് സെലിബ്രേഷൻ ഉണ്ടാവും, അന്ന് എങ്ങനെ പോയാലും ഫുൾ ആയിരിക്കും. ഈ ന്യൂ ഇയർ റെസൊല്യൂഷന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് മന്ത് ഫീസ് കൊടുക്കും, പിന്നെ അങ്ങോട്ട് മോട്ടിവേഷൻ കുറഞ്ഞു കുറഞ്ഞു വരും, അവിടെ കൂടി നിൽക്കും. അപ്പൊ നിങ്ങളിപ്പോ സെറ്റ് ചെയ്ത ഗോളൊക്കെ ഇതുപോലെ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒന്നും ആക്കണ്ട, ചെറിയ 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 ഗോളുകൾ എപ്പോഴും സെറ്റ് ചെയ്യുക. ലേണിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, ലൈഫിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഫൈനാൻസിന്റെ കാര്യത്തിലായിക്കോട്ടെ, എഡ്യൂക്കേഷന്റെ കാര്യത്തിലായിക്കോട്ടെ, അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗോൾ ഓരോ മാസത്തേക്കും സെറ്റ് ചെയ്യുക. ആ ഓരോ മാസം അത് ക്രാക്ക് ചെയ്യുക. ഭയങ്കര നമുക്ക് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു വലിയൊരു സംഭവം ഒന്നും ആയിട്ടില്ലെങ്കിൽ നമുക്കുണ്ടാവും, ഞാൻ ആദ്യത്തേനേക്കാൾ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്, കഴിഞ്ഞ മാസത്തേക്കാൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടിക്ക് വേണ്ടി, അല്ലെങ്കിൽ പാരന്റിങ്ങിൽ ഞാൻ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട്, സ്റ്റഡീസിൽ ഞാൻ കുറച്ച് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ചെറിയ ചെറിയ ആ ഒരു ഉണ്ടല്ലോ ഒരു സാറ്റിസ്ഫാക്ഷൻ, ആ സാധനം വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ മാസം കുഞ്ഞു കുഞ്ഞു ഗോള് സെറ്റ് ചെയ്യുക, വീട്ടുകാർക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് വേണ്ടി കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടും. വളരെ ചെറുതിട്ടോ, വലുത് സെറ്റ് ചെയ്തിട്ട് ടെൻഷൻ ആവരുത്, നടക്കാതെ പോകുമ്പോൾ ചെറിയ ചെറിയ ഗോള് സെറ്റ് ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് 28-ാം തീയതി പറഞ്ഞിട്ട് കുറച്ചാളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. നെക്സ്റ്റ് നമുക്ക് ജനുവരി 2nd വീക്ക് ഒന്ന് വെച്ചാലോ? മൂന്നാം തീയതി സെക്കൻഡ് ആരൊക്കെ വീക്ക് നിങ്ങളുടെ ആശാഭവനിക്കുള്ള? 4-ാം തീയതി അല്ലേ? 3-ാം തീയതി അല്ലേ? ശനിയാഴ്ച? ശനി ഞായറാ പറഞ്ഞത്? ശനിയാണ്. ശനിയാണല്ലേ? ഉം. ഞാൻ ഉണ്ടാവും. ആ ആരൊക്കെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ. ചെയ്യാനോ? ഇനി അപ്ഡേറ്റ് ചെയ്യാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ. ഞാൻ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അതിക്ക് നിങ്ങളെ മാറ്റിത്തരാം പോകുന്നവരെ. അതുപോലെ നമ്മള് എന്താ പറയാ മറ്റേ സൈക്കോളജി ഇന്റേൺഷിപ്പുകാരെ കൂടെ സൈക്കോ പാർക്കിലും പോകുന്നുണ്ട് കേട്ടോ. അത്രയും കാലം നമ്മൾ LD സ്റ്റുഡൻസിനെ കൊണ്ടുപോയിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും, എല്ലാ ഡിസോർഡറുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കുക. അത് ജനുവരി ലാസ്റ്റ് ആയിരിക്കും കേട്ടോ. ട്രിവാൻഡ്രാണ് സൈക്കോ പാർക്ക് എന്ന് പറയുന്നത്. അതിന് മാക്സിമം പോരാൻ പറ്റണോര് പോരാ കേട്ടോ. ശനിയാഴ്ച പോയിട്ട് ശനിയാഴ്ച രാത്രി ഏതെങ്കിലും ഒരു ശനി രാത്രി പോയാല് ട്രെയിനിന് ഇവിടുന്ന് പോയാൽ ഞായർ രാവിലെ നമ്മൾ അവിടെ എത്തും. ഒരു സൺഡേ ഫുൾ അവിടെ, സൺഡേ രാത്രി അവിടുന്ന് കയറും, മൺഡേ മോർണിംഗ് ഇവിടെ എത്തും. അതൊക്കെ പഠനപരമായ ട്രിപ്പാണ്. സൈക്കോ പാർക്കൊന്നും ഒരു വീട്ടുകാരും കൊണ്ടുപോകില്ല, കാരണം അവിടെ നിങ്ങളെ മാതിരി സൈക്കോ ഞങ്ങളല്ല പറയും. ഫുള്ള് സൈക്കോളജി കാര്യങ്ങളും ഇതിന്റെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നു. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അപ്പൊ അതൊക്കെ നിങ്ങളെ പ്ലാനിൽ ഉണ്ടായിക്കോട്ടെ. ജനുവരി ലാസ്റ്റ് ആയിരിക്കും, അതിലും നിങ്ങൾ പോരണം കേട്ടാ. നിങ്ങളുടെ ഫീൽഡ് വിസിറ്റ് ആണത്. അപ്പൊ ശരി, ഡൗട്ട് ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. എന്താ മനാലെ ആലോചിക്കണേ?
തിരുവനന്തപുരത്ത് അങ്ങനെ പോകുന്നുള്ള കാരണം തിരുവനന്തപുരത്തേക്ക് പോകാൻ വന്നു കഴിഞ്ഞാൽ 2 ദിവസം വേണം. ഞാനതിങ്ങനെ ആലോചിച്ചത്. തൗഫീഖ് പറഞ്ഞ് കറക്റ്റാല്ലേ? നിങ്ങളത് തിരുവനന്തപുരം പറഞ്ഞപ്പോഴാണ് മുഖഭാവം മാറി മലയാളിന്റെ. അതില് ടെൻഷൻ ആവണ്ട. ആദ്യം ആശാഭാവം പോരാൻ പറ്റുമെങ്കിൽ കോഴിക്കോട് തിരുവനന്തപുരം ആക്കാം. നേരത്തെ അത് പറഞ്ഞ അത് അതും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കുറച്ച് സമയമല്ലേ ഉണ്ടാവുള്ളൂ. പിന്നെ പിറ്റേ ദിവസം ക്ലാസ് ഇല്ലേ? അപ്പോ അതാരണം അതിങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണേ ഏതായിരിക്കും. സൺഡേ ഇന്റേൺഷിപ്പ് ക്ലാസ് ഉണ്ടല്ലോ അല്ലെ? നമുക്ക് 3rd വീക്ക് ഞാൻ പറയാട്ടോ. 2nd വീക്കൊക്കെ നമുക്കൊരു ഓഫ്ലൈൻ വെക്കാം. ഡേറ്റ് സാറിനോട് ചോദിച്ചിട്ട് പറയാം. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റ് ഒന്ന് നോക്കാം. മോട്ടിവേഷൻ മാത്രമേ അതിൽ പഠിക്കാനുള്ളൂ. ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും മനസ്സിലാക്കണ്ട. ഇത് എന്താന്ന് മനസ്സിലാക്കുക. ഇതാണ് എല്ലാവരിലും വർക്ക് ചെയ്യുന്ന കാര്യം എന്ന് മനസ്സിലാക്കുക. നമുക്കൊക്കെ ഒരു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ടായാൽ നമ്മൾ മുന്നിലെത്തും. എക്സ്ട്രൻസിക് ആണെങ്കിൽ പോയി. ഇപ്പൊ ഭർത്താക്കന്മാരും ഭാര്യമാരൊക്കെ തമ്മിൽ ഇങ്ങനെ കളിയാക്കി പറയണ അന്ന് എന്തിനാ പറ്റുക, എന്റെ ഒപ്പമുള്ളവരൊക്കെ പോയി. അതൊക്കെ എക്സ്ട്രൻസിക് കോഴ്സ് ആണെങ്കിൽ അത് ഇൻട്രൻസിക് ആക്കി എടുക്കാൻ നോക്കുക. എന്നാലേ അത് ലോങ് ലാസ്റ്റ് ചെയ്യൂ. അല്ലെങ്കിൽ അതൊന്നും ലാസ്റ്റ് ചെയ്യൂല. ഓക്കെ. മാം ആശാഭവനിൽ പോണെന്ന വേറെ ക്ലാസ്സുകളൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ല, അവിടെ നമ്മൾ ജസ്റ്റ് വയ്യാത്ത ആളുകളല്ല, അവരുമായിട്ട് ഇന്ററാക്ഷൻ മാത്രമേ ഉണ്ട്. അവിടെ 1 മണിക്കൂറല്ലേ ഉള്ളൂ? അങ്ങനെയാ പറഞ്ഞത്. 1 മണിക്കൂറൊന്നല്ല. നമ്മൾ പോയി കഴിഞ്ഞ ഒരു 2-3 മണിക്കൂർ അവിടെ നിൽക്കൂലേ? ആണോ? മറ്റു അവിടുത്തെ സൂപ്രണ്ടുമായിട്ട് സംസാരിക്കുക. സൂപ്രണ്ട് അവിടുത്തെ വിഷയങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞുതരും. നിങ്ങക്ക് ഇതിന്റെ PPT ആവശ്യമുണ്ടോ? PPT വേണോ? ഷെയർ ചെയ്യണോ? ടെക്സ്റ്റിലുള്ളതാണത്. ടെക്സ്റ്റിൽ വളരെ കുറച്ചുള്ളൂ. അത് മതി നിങ്ങൾക്ക് പഠിക്കാൻ. PPT കണ്ട പേടിയാവോ? ഡീറ്റെയിൽ നോക്കണെങ്കിലേ ഞാൻ ജസ്റ്റ് അയക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ റെഫറൻസ് എടുക്കുകയാണെങ്കിൽ ചെയ്യാം. നിങ്ങൾ ബുക്കിലുള്ള പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ശരി. ഗുഡ് നൈറ്റ്. ഓക്കെ.